السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. سورة الأنعام 124. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا جاءتهم آية قالوا لن نؤمن حتى نؤتى مثل ما أوتي رسل الله أعلم حيث يجعل رسالته سيصيب الذين أجرموا صغار عند الله وعذاب شديد بما كانوا يمكرون. فمن يريد الله أن يهديه يشرح صدره للإسلام، ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء، كذلك يجعل الله الرجس على الذين لا يؤمنون. وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون. لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആന്റെ യഥാർത്ഥ അഹ്ലുകാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീക്കി പൂർണ്ണ ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. നല്ല മുറാദുകൾ, നല്ല ഉദ്ദേശങ്ങൾ വെച്ച് അത് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ആ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാ മുസീബത്തുകളെ തൊട്ടും ഈ ഉമ്മത്തിനെ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമ്മൾ സൂറത്തുൽ അൻആമിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമുക്കിന്ന് വിശദീകരിക്കാനുള്ളത്. പ്രത്യേകിച്ച് 125-ാമത്തെ ആയത്ത്. ആ അല്ലാഹുവിന്റെ വലിയ നിഅമത്ത് ലഭിച്ചവരാണ് നമ്മൾ. ഒരുപാട് വിശദീകരണങ്ങളുള്ള ആയത്തുകളാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ചുരുക്കി പറയാം. നമ്മൾ ഓതി വച്ച ആദ്യത്തെ ആയത്ത് അവതരിക്കാനുണ്ടായ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികെ വന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ ചില ആവശ്യങ്ങൾ അവര് ഉന്നയിച്ചു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല സന്ദേശം നൽകിയതുപോലെ, അതല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്ക് അല്ലാഹു ചില ദൃഷ്ടാന്തങ്ങളൊക്കെ നൽകിയതുപോലെ ഞങ്ങൾക്കും അതുപോലെ നൽകപ്പെടണം എന്നുള്ള വിചിത്രമായൊരാവശ്യവുമായിട്ട് ഇവർ തിരുദൂതരുടെ അരികെ വന്നു.
അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നായിരുന്നു അവരുടെ ഡിമാൻഡ്. അതിനൊരു മറുപടിയാണ് ആദ്യത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ജാഅതുഹും ആയഹ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്. വഇദാ ജാഅതുഹും ആയത്തുൻ, അവർക്ക് ഒരു ദൃഷ്ടാന്തം വന്നു കിട്ടിയാൽ, ഖാലൂ, അപ്പോൾ അവർ പറയും, ലൻ നുഅ്മിന, ഞങ്ങൾ വിശ്വസിക്കില്ല, ഹത്താ നുഅ്ത, ഞങ്ങൾക്കും നൽകപ്പെടുന്നത് വരെ, മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെ, അല്ലാഹുവിന്റെ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും നൽകപ്പെടുന്നത് വരെ ഞങ്ങൾ എന്താവൂല, വിശ്വസിക്കുകയില്ല. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹ, അല്ലാഹു തന്റെ സന്ദേശം എവിടൊക്കെ നൽകണം, ആർക്കൊക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെ അത് ചെയ്യണം, അതിനെപ്പറ്റി ഏറ്റവും അറിയുന്നവൻ അല്ലാഹുവാണ്. സയുസീബുൽ ലദീന അജ്റമൂ സഗാറുൻ ഇൻദല്ലാഹ്, കുറ്റവാളികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നിന്ദ്യത വന്നു കിട്ടും. വഅദാബുൻ ശദീദും ബിമാ കാനൂ യംകുറൂൻ, അവര് ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞതിന്റെ അതിനു പകരം അവർക്ക് ശക്തമായ കഠിനമായ ശിക്ഷയും അവരിൽ വന്നു വപിക്കും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്താലേ, അപ്പൊ ഇവര് പറയുന്നത് മുമ്പ് കഴിഞ്ഞു പോയ ദൂതന്മാർക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും വേണമെന്നാണ്. അവിടെ പിന്നെ റസൂലുള്ളാഹ് ഉപയോഗിച്ചത് ശരിക്ക് റസൂലിന്റെ ബഹുവചനാണ് റസൂൽ. അപ്പോ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കൊക്കെ കിട്ടിയതുപോലെ എന്നതിനർത്ഥമുണ്ടോ? എന്താണ് അതറിയോ? അവരങ്ങനെ റസൂല് എന്ന് പ്രയോഗിച്ചത് റസൂലിന്റെ മാത്രം ഉദ്ദേശിച്ചാണ്. അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഖുർആനില് ചിലയിടത്തൊക്കെ ഈ റസൂല് എന്ന വാക്ക് ബഹുവചന രൂപത്തിൽ അല്ലാഹു നബിതങ്ങളെ പറ്റി മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുഅ്മിനൂന സൂറത്തില് 345 പേജില് മുഅ്മിനൂന സൂറത്തിലെ 51 ആയത്തിൽ അങ്ങനെ ഒരു പ്രയോഗം. 51 ആയത്ത് മുഅ്മിനൂന. ഞാൻ ആയത്തൊന്നോടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാത് വഅമലൂ സാലിഹാൻ ഇന്നി ബിമാ തഅമലൂന അലീം. ആ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് യാ അയ്യുഹർ റസൂൽ, ഓ മുർസലീങ്ങളെ. അവിടെ നേരെ അർത്ഥം മുർസലീങ്ങളെ എന്നാണ്. ദൂതന്മാരെ, എല്ലാ പ്രവാചകന്മാരെയാണ് വിളിക്കുന്നത്. പക്ഷെ അവിടെ ഉദ്ദേശം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. കുലൂ മിനത് ത്വയ്യിബാതി, നിങ്ങൾ നല്ലതെന്ന് ഭക്ഷിച്ചോളൂ, വഅമലൂ സ്വാലിഹാൻ, അമലുകൾ ചെയ്തോളൂ, ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി ഞാൻ ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ. ഉമ്മത്തിനോടുള്ള പറച്ചിലാണ്. അവിടെ റസൂൽ കൊണ്ടുള്ള ഉദ്ദേശം പ്രവാചകരാണ്. അത് ഒരു തഅ്ലീമിന്റെ ഭാഗമാണ്. അതായത് ബഹുമാനപൂർവ്വമുള്ള പ്രയോഗമാണ്. അത് അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. അതിനെ ഇതാക്കിയിട്ടാണ് ഇവര് പരിഹാസത്തോടു കൂടെ പറയുകയാണെങ്കിലും അവിടെ ചെറിയൊരു തഅ്ലീം ഇവർ നൽകിയതാണ് നബി തങ്ങൾക്ക്. അങ്ങനെ അർത്ഥമുണ്ട്. അല്ല, ഇവര് മൂസാ നബിയുടെ ചരിത്രം, അതുപോലെ തന്നെ ഈസാ നബിയുടെ ചരിത്രം, അതിലൊക്കെയുള്ളപ്പോൾ കൂടുതൽ ഒരു മുഅ്ജിസത്തുകൾ കേട്ടിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് അതുപോലുള്ളത് ഞങ്ങൾക്കും വേണം. ഞങ്ങൾ നേരെ കാണണം, ഞങ്ങൾക്ക് അനുഭവിക്കണം. അതിന് ഓല അള്ളാഹ് തെരഞ്ഞെടുക്കണം എന്നാണ് ഓല അവകാശപ്പെടുന്നത്. അപ്പൊ അതാണ്, അതുവരെ ഞങ്ങൾ വിശ്വസിക്കൂല. അപ്പൊ അല്ലാഹു തആല മറുപടി കൊടുക്കുകയാണ്. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത, അല്ലാഹു തന്റെ റിസാലത്തിനെ, അതിനെ തന്റെ ആ ദൗത്യം അത് എങ്ങനെയൊക്കെ എവിടൊക്കെ നിർവഹിക്കണം അതിനെപ്പറ്റി അല്ലാഹു തആല ശരിക്കറിയുന്നവനാണ്. അത് നിങ്ങളാരും അള്ളാഹ്ക്ക് ക്ലാസ് എടുക്കണ്ടെന്നാണ് പറയുന്നത്.
അങ്ങനെ ഉണ്ടല്ലോ. അതിലൊന്നും അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു റോളും ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഏതുപോലെ വെച്ചാല് ഈ പരിശുദ്ധ ഖുർആന്റെ സൂറത്തുകളുടെ പേരുകളെ പറ്റി പിന്നെ ഇവരിങ്ങനെ പിന്നെ നിഷേധികളായ ആളുകൾ പറഞ്ഞപ്പോൾ നബിതങ്ങൾ അതിനെ പറ്റി പഠിപ്പിച്ചതാണ്. കാരണം ചിലർ പറയാം പേരൊന്നൊരു ചൊറുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത് എങ്ങനെയാണോ അത് വെക്കപ്പെട്ടത് അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ചൊറുക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. ചിലപ്പോൾ ഒരു പേരുണ്ടാവും, ചിലപ്പോൾ 2 പേരുണ്ടാവും, ചിലപ്പോൾ 3 പേരുണ്ടാവും, ചിലപ്പോൾ 7 ഉണ്ടാവും, ചിലതിന് 20 ഉണ്ട്, 25 ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ആ സൂറത്തിലൊരു വാക്കാകാം, വാക്കാകാതിരിക്കാൻ, ചിലത് തുടക്കത്തെ വാക്കേക്കാൻ, ചിലപ്പോൾ ഒടുവിലായിരിക്കും. അതൊന്നും ഞമ്മക്കതിലൊന്നുമില്ല. അതെങ്ങനെയാണോ പറയപ്പെട്ടത് അങ്ങനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. എന്നതുപോലെയാണ് അള്ളാഹു തന്റെ റിസാലത്ത്, തന്റെ ആ ദൗത്യം അത് എവിടൊക്കെ നിർവഹിക്കണം, ഏതൊക്കെ ഭാഗത്തേക്ക് ആരൊക്കെ അയക്കണം. ഇപ്പൊ നമ്മക്ക് തന്നെ ചിലപ്പോൾ ചില സംശയം ഉണ്ടാവും. നമ്മളെ ഭാഗത്തേക്കൊന്നും പ്രവാചകന്മാരെ വന്നില്ലേ? നമ്മൾ കേൾക്കുന്ന പ്രവാചകന്മാരൊക്കെ മധ്യ പൗരസ്ത്യ ദേശത്താണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രവാചകന്മാരൊന്നും വന്നില്ലേ? എന്തേ അവിടെ ആക്കിയത്? അതൊന്നും ഇപ്പോൾ ഇവിടെ ആക്കിയാൽ മറ്റൊരു ചോദിക്കാലോ. അപ്പൊ എവിടെങ്കിലും ഒന്നും ഉണ്ടാവും. അതിലൊന്നല്ല കാര്യം. അതിലൊന്ന് ഇവരന്റെ മാറ്റം പറഞ്ഞ മാതിരിക്കാണ്. നിങ്ങൾ അവിടെ തിരിഞ്ഞു, ഇങ്ങോട്ട് തിരിഞ്ഞു, കിഴക്ക് പടിഞ്ഞാറാണ് തർക്കം വന്നപ്പോഴേ ജൂതന്മാര് തർക്കിച്ചപ്പോൾ അള്ളാഹ് പറഞ്ഞല്ലോ, അതല്ല അവിടെ വിഷയം. എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹു തആല ഒരു കാര്യം കൽപ്പിച്ചാല് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അവന് വിശ്വാസം ഉണ്ടോ അല്ല. അവന് വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്നിനെയും നമ്മൾ അങ്ങോട്ട് ചോദ്യം ചെയ്യൂല. അത് പരിപൂർണമായിട്ട് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ തന്റെ റിസാലത്ത്, ദൗത്യ നിർവഹണം അത് എവിടൊക്കെ വേണം, ആർക്കൊക്കെ നൽകണം, ആരൊക്കെ ആ പോസ്റ്റൊക്കെ കൊണ്ടുവരണം, ആരൊക്കെ ഉന്നതിയിലെത്തിക്കണം, റബ്ബിന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ ഇടപെടണ്ടെന്നാണ് അവരോട് പറയുന്നത്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുന്നത് സയുസീബുല്ലദീന അജ്റമൂ സഗാറുൻ ഇൻദല്ലാഹ്. കുറ്റവാളികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ അരികെ സഗാർ എന്നത് ദില്ലത്ത് എന്നാണ്. ദില്ലത്ത് എന്നാല് അള്ളാഹു അവനെ ചെറുതാക്കുന്നതാണ് പറയുന്നത്. ഒരു ദില്ലത്ത് അള്ളാഹു തആല നൽകുന്ന. കുറ്റവാളികൾ എന്ന് പറഞ്ഞാല് പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുറ്റവാളികൾ, കുറ്റം ചെയ്ത ആളുകൾക്ക് കുറ്റവാളികൾ അറിയും. പക്ഷെ മുജ്രിമീങ്ങൾ എന്ന് ഖുർആൻ ഉപയോഗിച്ച പലയിടത്തും പല രൂപത്തിലാണ്. ചിലയിടത്ത് ഈമാനില്ലാത്ത ആളുകളെ പറ്റിയാണ് കുറ്റവാളികൾ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കുറ്റം എന്താ വെച്ചാല് അള്ളാഹുവിൽ വിശ്വസിക്കാതിരിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൽ ശിർക്ക് സ്ഥാപിക്കുക, ഷെയർ സ്ഥാപിക്കുക, പങ്കു ചേർക്കുക. വലിയ കുറ്റം. എന്നാൽ താരതമ്യേന ഇത് കുറഞ്ഞോലുണ്ടാവും. ഉദാഹരണത്തിന് വിശ്വാസം കാര്യങ്ങളൊക്കെ റെഡിയാണ്, സാഹചര്യങ്ങളൊക്കെ അടിയും പറ്റി ചില കുറ്റങ്ങളൊക്കെ ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അത് വേറെ. അത് അല്ലാഹു തആല പുറത്തു കൊടുക്കാലോ. നമ്മളെടുത്തുനിന്ന് വീഴ്ചകളും തെറ്റുകളും വരുമ്പോൾ ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യാത്ന, തീർച്ചയായിട്ടും സുഹൃതങ്ങള് അത് അവന്റെ തിന്മകളെ ഇല്ലാതെയാക്കുന്നതാണ്. അവിടെ നിന്യത വരില്ല. പിന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെ നിന്യത വരുന്ന തെറ്റുകളുണ്ട്. അത് ഗൗരവമുള്ള തെറ്റുകളാണ്. ഉദാഹരണത്തിന് അന്യായമായി ആക്രമിക്കുക, മാതാപിതാക്കളെ ഗുരുനാഥന്മാരെ പ്രയാസപ്പെടുത്തുക, അവരെ വെറുപ്പിക്കുക, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് നിന്യതയ്ക്ക് കാരണം. അതല്ലാതെ നമ്മൾ ചെറിയ തെറ്റുകളൊക്കെ ജീവിതത്തിൽ മനുഷ്യന്റെ അടുത്തുനിന്ന് വരുമ്പോൾ മാനുഷികമായിട്ട് വരുന്നത് അത് പൊറുക്കപ്പെടാന് തൗബ ചെയ്താൽ തന്നെ സംഗതി ഓക്കെയാണ്. റബ്ബിനായിട്ടും ബന്ധപ്പെടുന്ന വിഷയമാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ചില നന്മകളെ കൊണ്ട് ആ തെറ്റുകൾ പൊറുക്കപ്പെടും. നിസ്കാരം, ഖുർആൻ പാരായണം, ചില ദിക്റുകൾ, ഇസ്തിഗ്ഫാറുകൾ, നമ്മൾ ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ. ഇഖ്ലാസാണ് പ്രധാനം. എത്ര ചെറുതാണെങ്കിലും ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട് അവിടെയൊക്കെ നമുക്ക് എന്തെയുണ്ട്, രക്ഷ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ കുറ്റവാളികൾ എന്ന് പറഞ്ഞത് പ്രത്യേകം ആ സാഹചര്യം നമുക്കറിയാലോ. ഞങ്ങൾക്കും ഏറ്റ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞ് സത്യത്തിൽ നിന്ന് ഒരു മാറിക്കാണ്, പ്രവാചകരെയും സഹാബത്തിനെയും പ്രയാസപ്പെടുത്തുകയാണ്. അപ്പം അല്ലാഹു തആല പറയാണ് ഓൽക്ക് നിന്യത ഉണ്ടാവും. മാത്രമല്ല വഅദാബുൻ ശദീദും ബിമാ കാനൂ യംകുറൂൻ,
കുതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് അവർക്ക് ശക്തമായ കഠിനമായ അതാപം ഉണ്ടാവും. ഒരുപാട് കുതന്ത്രങ്ങൾ. എങ്ങനെയൊക്കെ ആളുകളെ ഇസ്ലാമിൽ നിന്ന് അകറ്റാൻ കഴിയും, പ്രവാചകരിൽ നിന്ന് അകറ്റാൻ കഴിയും. ഇന്നാള് പറഞ്ഞു, അതിർത്തികളിലൊക്കെ ആള് നിന്നില്ലേ, 4 ആളുകളെ വഴികളിലൊക്കെ നിർത്തിയിട്ട് മക്കയിലേക്ക് നബിയെ കാണാൻ പുറത്തുനിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഓരെ തിരിപ്പിക്കാന്ന്, ഓരെ പഴപ്പിക്കാൻ നോക്കുകയാണ്. ആ ജാതി പരിപാടി ഓല് ചെയ്തു. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ശക്തമായ ശിക്ഷ ഉണ്ട്. ഇനിയാണ് ആ വളരെ പ്രധാനപ്പെട്ട ആയത്ത്. ഞാൻ ആ തായത്ത് നോക്കി ഒന്ന് ഉഷാറായിട്ട് ഒരു 3 സ്വലാത്തിന് നമ്മൾ ഉറക്കൊക്കെ പോയിക്കോളും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇന്നത്തെ ആയത്ത് നോക്കൂ, വളരെ 125-ാമത്തെ ആയത്ത്. നമ്മളറിയല്ലോ, അതിന് മുതലാണ് അറിയില്ല നമ്മൾ അല്ലേ? ആ ആയത്തിന് മുതലാണെന്ന് അറിയാം നമ്മള്. ആയത്ത് എന്നല്ല, ഏത് കാര്യമാണെങ്കിലും ജബറൻ എന്നൊക്കെ പറയില്ല നമ്മള്, കിടുകിടാച്ചി എന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം പകരുന്ന നമുക്ക്, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് അങ്ങനെയുള്ള ആയത്ത്. എന്തൊക്കെയാണ് ആയത്തിൽ വരുന്ന വിഷയങ്ങൾ നോക്കാം. فمن يريد الله أن يهديه يشرح صدره للإسلام ومن يريد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. فمن يريد الله, അല്ലാഹു തആല ഉദ്ദേശിച്ചാല് എന്ത്? അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. ഒരാൾക്ക് മാർഗദർശനം നൽകാൻ അല്ലാഹു തആല ഉദ്ദേശിച്ചാല് അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ്. വമൻ യുരിദ് അൻ യുളില്ല, എന്നാൽ ഒരാളെ വഴിതെറ്റിക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ യജ്അൽ സദ്റഹു ളയ്യിഖാ, അവന്റെ ഹൃദയത്തെ അവൻ കുടുസാക്കും. ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ, ആകാശത്തിലേക്ക് കയറാനുള്ള പ്രയാസം പോലെ അവനിക്ക് അനുഭവപ്പെടും. കദാലിക യജ്അലുല്ലാഹു റുജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ. അപ്രകാരം സത്യത്തിൽ വിശ്വസിക്കാത്ത ഒരു വിഭാഗത്തിന് അല്ലാഹു തആല ശിക്ഷ നൽകുന്നതാണ്. ഇവിടെ അല്ലാഹു പറയുന്നത്, ഒരാൾക്ക് അല്ലാഹു തആല ഹിദായത്ത് ഉദ്ദേശിച്ചാല് അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുന്നതാണ്. ഈ ആയത്ത് അവതരിച്ച ഉടനെ സ്വഹാബിമാരെല്ലാവരും നബി തങ്ങളുടെ അരികിലേക്ക് വന്നുകൂടി. എങ്ങനെയാണ് ഈ ഹൃദയ വിശാലത? ഒരാൾക്ക് അല്ലാഹു തആല ഹിദായത്ത് ഉദ്ദേശിച്ചാല് അല്ലാഹു തആല ഓന്റെ ഖൽബ് വിശാലാക്കുന്ന അളവാണ്. എങ്ങനെയാണ് ആ വിശാലമാക്കൽ എന്നാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഒരു നൂറാണ്. മനസ്സിലാക്കണം കേട്ടോ. അതായത് അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്ത് ഉദ്ദേശം അവന്റെ ഖൽബ് വിശാലാക്കുന്നു പറഞ്ഞാൽ അത് ഒരു പ്രകാശാണ്, ഒരു നൂറാണ്. അത് അല്ലാഹു അവന്റെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിലേക്ക് അത് നിക്ഷേപിക്കുമ്പോൾ അവന്റെ ഖൽബിൽ അല്ലാഹു വിശാലത കൊടുക്കുന്നതാണ്. അത് അല്ലാഹുവിൽ നിന്നുള്ളൊരു നൂറാണെന്നാണ്. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങനെ ഒരു നൂറ് നമ്മളെ ഖൽബിലേക്ക് വരുന്നതിന് വലിയ അടയാളങ്ങളുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ, നമ്മള് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉണ്ട്. അതിന് 2-3 ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒന്ന്, അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ സ്വർഗമാകുന്ന ഭവനത്തിലേക്കുള്ള മടക്കമാകുന്നു. അതായത് നമ്മളെ മനസ്സിലൊക്കെ പടച്ചോനെ പരലോകത്തെ ആ സ്വർഗം, പരലോകത്ത് അള്ളാഹുവിന്റെ ആ സമാധാന ഭവനം, അത് കിട്ടണം. അതാണ് ശാശ്വതമായത്. ഇതൊക്കെ നശ്വരാണ്, ക്ഷണികാണ്, താൽക്കാലികമാണ്. അപ്പോ ആ ശാശ്വതമായ അതിലേക്കുള്ള ഇനാവതനം മടക്കം,
നമ്മളിപ്പോൾ ഒരു കാര്യത്തിന്ന് ഇപ്പോൾ പ്രവാചകന്മാരെ പറ്റി മടക്കുള്ള പ്രവാചകനായിരുന്നു എന്നൊക്കെ ഓരോ നബിമാരെ പറ്റി പറയുന്നുണ്ടല്ലോ. നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വിഷയത്തിന്ന് ആ ദൊക്കന് തിരുത്തിയിട്ട് നമ്മൾ മടങ്ങാണ് എന്നതുപോലെ ഒരാൾക്ക് ഭയങ്കര ദാറുൽ ഖുലൂദ് ശാശ്വതമായ ആ ഭവനുണ്ടല്ലോ, അയിക്ക് ഒരാൾക്ക് മടക്കാം. അങ്ങനെ ചിന്ത ഒരാൾക്ക് വരുന്നുണ്ടെങ്കിൽ ഈ 100 ഉള്ളിക്ക് കിടന്നു എന്നാണ് ഒന്നതാണ്. മറ്റൊന്നാമത്തെ എന്താ അറിയങ്ങള്, വഞ്ചനയുടെ ഭവനത്തിൽ നിന്ന് ഒരു പിന്മാറ്റം. അത് ദുന്യാവാണ്, രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ ദുന്യാവ് പറഞ്ഞാൽ ശരിക്ക് ഒരു വഞ്ചനയുടെ ലോകമാണ്. അടുത്ത് ഒരു ആള് ആക്സിഡന്റിൽ മരിച്ചു. ഒരു കുട്ടി ചെറുപ്പക്കാരനാണ്, ഗൾഫിൽ നിന്ന് മരിച്ചാണ്. മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നു, സൗദിയിലല്ല, അങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ തന്നെ ഇതൊക്കെ പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരികയാണ്. ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ്. ചെറുപ്പക്കാരനാണ്. അങ്ങനെ മയ്യത്ത് കൊണ്ടുവന്ന് ഈ കുട്ടിന്റെ വാപ്പ ഈ പറയപ്പെട്ടതിന് നേരെ എതിരായി ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയുന്നത്. ഓരോരുത്തരെ വാക്കുന്നാളെ നമ്മൾ മനസ്സിലാക്കി. അപ്പോ അയാൾ പറഞ്ഞെന്താ അറിയാം, ഞങ്ങള് മയ്യത്ത് സ്കരിക്കണതിന് മുമ്പ് ഉസ്താദിനൊക്കെ ഒന്ന് സംസാരിക്കുമല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞെന്താ അറിയോ, ഓൻ്റെ അടുത്തുനിന്ന് ഇപ്പൊ നല്ല വരുമാനം കിട്ടേണ്ട ഒരു സമയത്താ പോകാൻ പോയത്. അതിലച്ച് വിഷമം. ആലോചിച്ച് നോക്കി, ഞമ്മക്ക് പോലും ഭയങ്കര വിഷമം തോന്നുന്നൊരു സന്ദർഭേനപ്പോ അത്രക്കും വിഷമം ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ആക്സിഡന്റിൽ മരണപ്പെട്ടിട്ട് മൂപ്പർക്ക് മകൻ പോയതല്ല വിഷമം, വരുമാനം നിന്നല്ലോ എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. മയ്യത്തെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മൂപ്പര് ഒരാളെടുത്ത് വഹിക്കണേ, അതായത് ഇൻഷൂർ അത്ര കിട്ടുന്ന അറിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർ ഇന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ മനുഷ്യന്മാരെന്താ വിചാരിക്കാൻ തന്നെ അത് മനസ്സിലാക്കണ്ടേ. ഈ ആഴ്ച ആൾക്കാർക്ക് എങ്ങനെ പറയണ്ടറിയില്ല. ഇപ്പൊ ഈ ആഴ്ച ഒരാളിനോട് പറഞ്ഞു, പിന്നെ മകളെ കാര്യം തീർക്കണമെന്നോ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ തീർക്കല്ലേ, പിന്നെ നമ്മൾ നിക്കാഹ് കഴിഞ്ഞാൽ നമ്മളൊന്ന് ചർച്ച ചെയ്തിട്ട് വേണ്ട പോലെ ആക്കണം. അപ്പൊ മൂപ്പര് പറഞ്ഞു, അതിപ്പോ നീ നോക്കണ്ട, ഇനി ചർച്ചയൊന്നും വേണ്ട, അതിപ്പോ ഒഴിവാക്കുക, അതാ നല്ലത്. മാത്രമല്ല ഒഴിവാക്കിക്കണമെന്ന് പറഞ്ഞു എന്നോട്. സ്വലാത്തൊക്കെ ചെല്ലിക്കണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തേ പ്രശ്നം വെച്ചു. അപ്പൊ അയാള് രസകരമായ രൂപത്തിൽ എന്നോട് അവതരിപ്പിക്കുക. അതിപ്പോ ഓര് സംസാരിക്കുമ്പോ അവളോട് പറഞ്ഞുകൂടെ എനിക്ക് ആദ്യം ലൈൻ ഉണ്ടായിനോ, നമ്മൾ ഈ ഇലക്ട്രിക് പോസ്റ്റ് എന്നുള്ള ലൈനല്ല അയാൾ പറയുന്നത്. എന്നോട് പറയാം, ഞാൻ വെള്ളിയാഴ്ച ചെന്നപ്പോ എന്നോട് ഇയാൾ പറയാം ഉണ്ടാവും. അപ്പൊ കുട്ടികളല്ലോ ഉസ്താദേ, ഓനോട് പറഞ്ഞുകൂടെ എനിക്കും ലൈൻ ഉണ്ടായിന്ന് പറഞ്ഞുകൂടും. അതുപോലെ തമ്മിൽ പ്രശ്നമായി, അതിന് മുന്നോട്ട് പോയില്ല. അപ്പൊ നോക്കി ആൾക്കാരൊക്കെ വളരെ ലാഘവത്തോടു കൂടെ കാണുക. ലൈനൊക്കെ ഇല്ലാക്കോ എന്നുള്ളടത്ത മൂപ്പര് എന്റെ കുട്ടികളല്ലേ എന്നോട് മൂപ്പര് പറയാ, നിങ്ങളതെനിക്ക് പറയണ്ടെന്നുള്ള ആൾക്കാർ എന്നോട്. ഞാൻ അതിനെ ക്ലോസ് ചെയ്യരുതെന്ന് കരുതിയിട്ട മൂപ്പര് ആദ്യം തന്നെ അത് കുട്ടികളാകുമ്പോ ഉണ്ടാവുമല്ലോ. രണ്ടാളും പൊട്ടനും പൊട്ടത്തിയാണ്, ഖലീഫ അറിയോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാലം. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞല്ലോ, നോക്കൂ, ദാറുൽ ഖുലൂദിലേക്ക് മടങ്ങുക, ദാറുൽ ഖുറൂറിൽ നിന്ന്. ഇത് വഞ്ചനയുടെ ലോകമാണ്. അത് ശാശ്വതമായി സുഖത്തിന്റെയും സൗകര്യത്തിന്റെയും ലോകമാണ് മോമിനിയങ്ങളൊക്കെ. അപ്പൊ ഒരാൾക്ക് ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അള്ളാഹു താല ഒരാളെ വിശാലമാക്കാന്ന് പറഞ്ഞാല് ഒരു 100 പ്രത്യേകം നൽകുകയാണ്. ആ 100 കിട്ടിയെന്നില്ല അലാമത്തിന് വിധങ്ങൾ പറയുന്നത് ഈ രൂപമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊന്ന് പറഞ്ഞെന്താ വെച്ചാല് വൽ ഇസ്തിഅദാദു ലിൽ മൗത്ത്, അതായത് മരണത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ്. അതിങ്ങനെ ഓൽക്കെപ്പോഴും ഉണ്ടാവും. ആ അള്ളാഹുവിൽ നിന്ന് ആ 100 നമ്മളെ കൽബിക്കണ് കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, മരണത്തിനുള്ളൊരു തയ്യാറെടുപ്പ് ഇങ്ങനെ നടത്തുന്നത്. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഭയങ്കര തയ്യാറെടുപ്പുകൾ ഉണ്ടല്ലോ അല്ലെ. നമ്മൾ തുണിങ്ങപ്പായി ഒരുക്കല്, പെരുന്നാൾക്ക്, അല്ലെങ്കിൽ കല്യാണത്തിന്, ഇതൊക്കെ മുൻകൂട്ടി നമ്മളിങ്ങനെ ഒരുക്കും. കുടിരിക്കലൊക്കെ ഉണ്ടാവും, മക്കളെ കുടിരിക്കലൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങി പെരുകി കൊടുന്നേക്കും. നല്ല മെല്ലെ നമ്മളെ കിളികൾക്കുണ്ട് ഇങ്ങനെ കൂട് കൂട്ടാൻ കൊണ്ടുവരല്. എന്നമാർക്ക് മെല്ലെ മെല്ലെ ഇങ്ങനെ സാധനങ്ങൾ കൊടുന്നേക്കും. ഒരു കൊടുക്കൊണ്ടുവരും, പിന്നെ മറ്റേതൊന്ന് കൊണ്ടുവരും, ഇങ്ങനെ കൊടുന്നേക്കും. അയാളും പെണ്ണുങ്ങളും കൂടി ഒത്തതാണ്. അങ്ങനെ ഇപ്പൊ ഈ ആഴ്ച ഒന്ന് കണ്ടു. അതാ ഞാൻ പറയാൻ കാരണം, സാധനമൊക്കെ കുറച്ച് ഒരു കൊല്ലേക്കണം കൊണ്ടല്ലോ തുടങ്ങിയിട്ട് കാരണം ഞാൻ അതിലേതെല്ലാം ഔട്ടോ ഇത് അയക്കണാവോ പറയാൻ പറ്റില്ല. ഇപ്പൊ പോയിക്കൊണ്ടിട്ടോ, അതിപ്പോ ഇല്ലാറിഞ്ഞാൽ ആ കുട്ടി
ഇതൊക്കെ നമ്മൾ ഭയങ്കര തയ്യാറെടുപ്പാണ്. ഇതേപോലെ നമ്മൾ മരണത്തിലേക്ക് ഒരു തയ്യാറെടുപ്പ്, മരണത്തിലേക്ക് തയ്യാറെടുപ്പ് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഒരു തയ്യാറെടുപ്പുണ്ട്. നമുക്ക് റബ്ബേ മരിക്കണല്ലോ, ഇനിയിപ്പോൾ അധികാലമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ നമ്മൾ തോന്നാം. ഈ ഇനിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഏത് വയസ്സിൽ അങ്ങനെ ചിന്തിക്കാലോ, ഏത് സമയത്ത് ഇത് വരാലോ, ആർക്കും വരാം ഈ കാര്യങ്ങൾ. അപ്പൊ അതിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ്, അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു തആല വിശാലാക്കി കൊടുക്കും. എത്രയോ ഉദാഹരണങ്ങൾ നമുക്കിതിന് കാണാം. അതിന് ഓരോ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഓൽക്ക് ഹിദായത്തിന്റെ മാർഗങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു, ബഗ്ദാദിലാണ്, വലിയ മഹാനാണ്, ലോകത്തറിയപ്പെട്ട ആളാണ്. നോക്കൂ, സൂഫികളുടെ ഒരു നക്ഷത്രം എന്ന് പറയാം മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു. ലോകത്തറിയപ്പെട്ട വലിയ സൂഫിയാണ് അദ്ദേഹം. നമ്മൾ ഈ ദാറുൽ ഖുലൂദിലേക്കൊരു മടക്കം, ഇവിടുന്ന് പറ്റണ ഒഴിവാകുക, പറ്റ ഒഴിവാൻ നമ്മളെ കൊണ്ട് കഴിയൂല, പറ്റ ഒഴിവായതിന്റെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയുന്നത്. അള്ളാഹ് പ്രകാശം കൊടുത്തതിന്റെ ആഴം. ഈ മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു റബ്ബ് ഹിദായത്തിലേക്ക് ഇത് തുറന്നെടുത്ത രംഗം, മൂപ്പര് ജനിക്കുമ്പോ മൂപ്പര വാപ്പിയും ഉമ്മയും ക്രിസ്ത്യാനികളാണ്. ഈ വലിയ ജനിക്കുന്ന സമയം മാതാപിതാക്കള് അവര് നസ്വാറാക്കളാണ്, ക്രിസ്ത്യാനികളാണ്. അങ്ങനെ മഅറൂഫുൽ ഖർഖി എന്ന് പറയുന്ന ഈ മഹാനെ ചെറുപ്പത്തില് വകതിരിവ് ആയപ്പോ തന്നെ ഇവര് ഒരു പള്ളിയിൽ ചർച്ചില് പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കി. അപാരമായ ബുദ്ധിയുള്ള കുട്ടിയാണ്, നല്ല സൂക്ഷ്മതയുള്ള കുട്ടിയാണ്. പക്ഷേ കുട്ടിക്ക് ബുദ്ധിയും കഥയും വെച്ചപ്പോ തന്നെ ഈ പുരോഹിതന്മാരോട് തർക്കിക്കാൻ തുടങ്ങി. ഏത് വിഷയത്തില്? ത്രിയേകത്വ സിദ്ധാന്തത്തില് ആ വിഷയത്തിൽ തർക്കിക്കുക അത്ര അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഈ പുരോഹിതന്മാര് ഈ കുട്ടിയെ വല്ലാതെ മർദ്ദിച്ചു. ലക്ഷണം കെട്ട ചോദ്യം എന്നറിയില്ല, നമ്മള് ഉത്തരം കൊടുക്കാൻ കഴിയാത്തുമ്പോഴാണ് ഈ വിഷമങ്ങൾ വരിക. ഉത്തരം കൊടുക്കാൻ കഴിയുമ്പോൾ രസകരമായ രൂപത്തിൽ മറുപടി കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണ്ടേ. പക്ഷെ അതിൽ ആ സമൂഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. കാരണം ത്രിത്വത്തെ ഒലിക്ക് എങ്ങനെ ഒരു കുത്തി വന്നാലും ഇത് സ്ഥിരപ്പെടുത്താൻ കഴിയില്ല. അതിന്റെ ലോജിക്ക് ഒലിക്ക് മനസ്സിലാക്കി തരാൻ കഴിയില്ല. ഈ കുട്ടിന്റെ മുന്നിൽ ഉത്തരം മുട്ടി അവസാനം കുട്ടിനെ മർദ്ദിച്ചു, വല്ലാതെ മർദ്ദിച്ചു പലപ്പോഴും. പക്ഷെ കുട്ടി എന്ത് ചെയ്തു അറിയോ? നമ്മളറിയില്ല, ഓൻ കോളേജിൽ നിന്ന് ചാടിക്കണം പോലെ അറിയില്ല, കുട്ടി ചാടിയോടും. പിന്നെ ഈ കുട്ടിനെ കാണാതായി. അങ്ങനെ ഈ കുട്ടി മാതാപിതാക്കളുടെ അരികിലേക്ക് പിന്നെ വരുന്നത് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ടാണ്. അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുകയാണ്. അങ്ങനെ വന്ന അദ്ദേഹം തന്റെ മാതാപിതാക്കളും സത്യത്തിലേക്ക് കടന്നു വന്നു. ഇന്നിപ്പോ ബഗ്ദാദില് അദ്ദേഹത്തിന്റെ മക്ബറ പ്രസിദ്ധമാണ്. സദ്ദാം ഹുസൈനുള്ള കാലത്ത് അതിൻ്റെ അടുത്ത് വലിയ പള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. മഅറൂഫുൽ ഖർഖി എന്ന് പറഞ്ഞാൽ നമ്മൾ സൂഫികളുടെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയൂല. നമ്മളിപ്പോ സ്വാതന്ത്ര്യത്തിന്റെ കഥ പറയുമ്പോൾ നമ്മള് വാര്യംകുന്നത്തിനെ മാറ്റി നിർത്താൻ കഴിയൂലല്ലോ, ആലി മുസ്ലിയാരെ മാറ്റി നിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ മമ്പറന്തങ്ങളെ മാറ്റി നിർത്താൻ കഴിയൂല. എന്നതുപോലെ സൂഫികളുടെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതാണത്. ആ മഹാന് അപ്പൊ നോക്കി നിങ്ങള്, അവര് ജനിച്ചത് മറ്റൊരു ഇതിലാണ്, പക്ഷേ അല്ലാഹു തആല ഹിദായത്ത് കൊടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു ആധ്യാത്മിക രംഗത്ത് വല്ലാതെ പ്രവർത്തിച്ചു, ഒരു സാഹിദായി മാറി. ഇങ്ങനെ എത്ര സംഭവങ്ങൾ. നിങ്ങൾ മറ്റൊരാളെ കേട്ടില്ല, ബിഷ്റുൽ ഹാഫി കേട്ടില്ലേ? ബിഷ്റുൽ ഹാഫി വലിയ സൂഫിയാണ്, ഇത് ഇറാഖ് തന്നെ. ബിഷ്റുൽ ഹാഫി ശരിക്ക് ഹാഫി എന്ന് പേര് വരാൻ കാരണം എന്താ അറിയാം നിങ്ങള്? നമ്മളിപ്പോ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹ് ഒരാളെ ഹൃദയത്തിലേക്ക് 100 കൊടുത്താല് ആ 100 കൊടുത്തതിന്റെ അടയാളാണ് എന്ത്? ഓല് ഈ വഞ്ചനയുടെ ലോകത്തോട് ഓല് ഇവിടെ പറഞ്ഞിട്ട് അതിനെ പോലെ ഒഴിവാക്കും, അതിന്റെ യൂല ശാശ്വതമായ പരലോക ഭവനത്തിലാവും ശ്രദ്ധ മുഴുവനും മരണത്തിനൊരുങ്ങും. അയിൽപ്പെട്ട ഒരാളായിരുന്നു മഹാനായ ബിഷ്റുൽ ഹാഫി. ഹാഫി എന്ന് പറഞ്ഞാൽ ശരിക്ക് ചെരുപ്പ് ധരിക്കാത്ത ആളാണെന്നാണ്. അതായത് പാദരക്ഷ പോലും ഉപരൊഴിവാക്കി. ചിലർക്ക് ഈ കുപ്പായിടൂല എന്ന് പറഞ്ഞാൽ ചെരുപ്പിടാതെ ഒരു സ്വഭാവമുണ്ട്, ചെരുപ്പിടാൻ കഴിയൂല. അങ്ങനല്ല, ചെരുപ്പിടാൻ കഴിയാത്തോണ്ടോ ആവശ്യമില്ലാത്തോണ്ടൊന്നല്ല. കൊണ്ട് ഗാന്ധിജി കുപ്പായിട്ടില്ലാർന്നമാർക്ക് മൂപ്പര് ചെരുപ്പൊന്നും ഇടൂല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ബിഷ്റിൽ ഹാഫി വന്നത്. ഹാഫി എന്ന് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഉദ്ദേശം പാദനഗ്നൻ, ചെരുപ്പ് ധരിക്കാത്ത ആള് എന്നാണ്.
ഇനി ഒരു കാര്യം കൂടി കേട്ടോട്ടെ. നമുക്ക് ഈ പ്രകാശം കിട്ടലതിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞല്ലോ, പ്രകാശം കിട്ടാനൊരു ഹേതു ഉണ്ടാവും. ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു ആ ഒരു അർത്ഥത്തിൽ ലോകപ്രസിദ്ധനാകാനുള്ള കാരണം ഒരു അശരീരി മുഖേന അദ്ദേഹത്തെ അല്ലാഹു തആല അറിയിച്ചിട്ടുണ്ട്. എന്താ കാരണം എന്നറിയങ്ങള്? അദ്ദേഹം ഒരു ദിവസം ഒരു കടലാസിന്റെ തുണ്ട് കണ്ടു അത്രേ. ചരിത്രത്തിൽ കാണാം, നിലത്ത് ഒരു കടലാസ് കിടക്കുന്നുണ്ട്. ഈ നിലത്ത് ഈ കടലാസ് കിടക്കുന്നത് കണ്ടപ്പോ അദ്ദേഹം ആ കടലാസ് എടുത്തു നോക്കുമ്പോ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് 1-2 പേരുകൾ ഉണ്ടായി. അള്ളാന്റെ നാമങ്ങൾ, പേരുകൾ ഈ കടലാസിൽ എഴുതിയത് കണ്ടു. എല്ലാം പഠിക്കണട്ടെ, നമ്മളൊക്കെ ഇതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. ഖുർആന്റെ ആയത്തുമല്ല, അള്ളാന്റെ നാമങ്ങൾ എഴുതിയ ഒരു കടലാസുണ്ട്. അതാണ് നിലത്ത് കിടക്കുന്നത്. എല്ലാവരും ചവിട്ടിക്കുന്ന ആളുകൾ. അദ്ദേഹം ആ കടലാസ് എടുത്തു. ആ കടലാസ് എടുത്തതിന്റെ പൊടിയൊക്കെ അദ്ദേഹം തട്ടി. അന്ന് അദ്ദേഹം വലിയ കാര്യപ്പെട്ട ആളല്ല, അദ്ദേഹത്തിന് ചെറുപ്പാണ്. അദ്ദേഹം ഒരു ലോകത്തറിയപ്പെട്ടിട്ടൊന്നുമില്ല, സാധാരണക്കാരനാണ്. അദ്ദേഹം ആ പൊടിയൊക്കെ എല്ലാം തട്ടി. മൂപ്പർക്ക് എന്നിട്ടും മനസ്സിനൊരു സന്തോഷം വരുന്നില്ല. പഠിച്ചോനെ, റബ്ബിന്റെ നാമമുള്ളത്, അസ്മാഉൽ ഹുസ്ന ഉള്ളത്, അത് 99 പേരൊന്നുമില്ല, 1-2 പേര്. അതാണല്ലോ അയിമലുള്ള ആളുകൾ ഈ ചവിട്ടിയത്. മൂപ്പരെന്ത് ചെയ്തു അറിയോ? അത് കൈ പിടിച്ച് നേരെ മൂപ്പര് സൂക്കില് പോയിട്ട് ഒരു അത്തറ് വിൽപ്പനക്കാരനെ കണ്ടുപിടിച്ചു. അന്നൊക്കെ ഇന്നത്തെ കാലത്തെ പോലെ വലിയ കടകളൊന്നുമില്ലല്ലോ, ഓരോരുത്തർ വിൽപ്പന എടുത്തിട്ടാണ്. അത്തറ് വിൽപ്പനക്കാരന്റെ അരികെ ചെന്നിട്ട് അത്തറ് വാങ്ങി. മൂപ്പർക്ക് ഉദ്ദേശം എന്താ? മൂപ്പരെ മേലെ പെട്ടാനോ വേർപ്പിനെ പ്രതിരോധിക്കാനൊന്നുമല്ല. അതിന്റെ ആ വാസനയെ മൂപ്പര ഉദ്ദേശം അതാണ്. ഈ ഒരു ഇതില് അള്ളാന്റെ പേരുണ്ട്, അയ്മലാണ് ഇപ്പോ ആളുകൾ ചവിട്ടിയത്. അത് പൊടിയൊന്നും തട്ടിയിട്ടൊന്നും മൂപ്പർക്ക് മനസ്സിന് തൃപ്തി തരുന്നില്ല. അപ്പൊ മൂപ്പരെന്ത് ചെയ്യുന്നു? എന്നോട് ആദരവ് കാണിച്ചിട്ട് അത്തറ് വാങ്ങിയിട്ട് അയ്മ അത്തറ് വരട്ടി. അന്ന് അദ്ദേഹം ഒരു അശരീരി കേട്ടത്രേ, നിങ്ങൾ പ്രസിദ്ധനാവും. അങ്ങനെയാണ് ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു. ഞാൻ നേരത്തെ മഅറൂഫുൽ ഖർഖി എന്ന് പറഞ്ഞ പോലെ റളിയല്ലാഹു അൻഹു അവരൊക്കെ പറയപ്പെടുന്നത് പോലെ സൂഫി ലോകത്ത് വലിയൊരു മഹാനായി. ഇതിന്റെ കാരണം അള്ളാഹ് പ്രകാശം കൊടുത്തു. ആ പ്രകാശത്തിനൊരു കാരണമായി റബ്ബ് മാനുഷേനെ മാനിക്കാം. അപ്പൊ നമ്മള് ഒരു മുസാഫിന്റെ കഷ്ണമൊക്കെ കണ്ടപ്പോ എത്ര നമ്മൾ ആദരിക്കണം. ആക്രിയിൽ തൂക്കി വിറ്റ് കണ്ടില്ല നിങ്ങൾ? എമ്മാതിരി. ഇതിന്റെ നേരെ ഓപ്പോസിറ്റും ചിന്തിച്ചോക്കെ, ശ്രദ്ധിച്ചില്ലെങ്കിലുള്ള അപകടം. നമ്മൾ ഈ കുട്ടികളൊക്കെ മദ്രസൊക്കെ തുറക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ പുതിയ മുസാഫ് വേണ്ടി വരും. ഒരു കുട്ടി മദ്രസിലെ അടുത്ത ക്ലാസ്സിലേക്ക് കയറുമ്പോൾ മറ്റേ കുട്ടിക്ക് പുതിയ മുസാഫ് വേണ്ടി വരും. കാക്കാൻ്റെ ഉണ്ടാവും, അത് വേണ്ട എനിക്ക് പുതിയ വേണമെന്ന്. നമ്മളങ്ങനെ വാങ്ങും ചെയ്യാം. അതിന് അത്ര പൈസ ഒന്നും ആവില്ലല്ലോ പറഞ്ഞു. പ്രശ്നമില്ല, പക്ഷെ പഴയതാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ സൂക്ഷിക്കാൻ കഴിയണം. ആധാരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ രേഖകളൊക്കെ എത്ര ശ്രദ്ധയോടുകൂടി നമ്മൾ ഫയലാക്കി വെച്ചില്ലേ, അത് നല്ല സൂക്ഷിക്കണ്ടല്ലോ. എന്നാൽ അത് വെക്കുമ്പോൾ അത് വെക്കാനും പാടില്ല. അത് ചിലപ്പോൾ മേശൻ്റെ ഉള്ളിൽ വെക്കാം. ഇതെപ്പോഴും ഉയരത്തിലാകണം. അതിൻ്റെ മേലൊന്നും കയറ്റി വെക്കാനും പാടില്ല. അങ്ങനെയാണ്. അപ്പൊ അത് പ്രത്യേകം നമ്മൾ എൻ്റെ റാക്കിന്റെ മുകളൊക്കെ ഒന്നായിട്ട് ഇടരുത്. അതിന് അതിൻ്റെതായ ഒരു ആദരവ് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നല്ലോണം എന്ത് ചെയ്യണം? എഴുത്ത് മായ്ക്കലാണ് സഹാബത്തിന്റെ കാലക്കാണെന്ന് പഠിപ്പിക്കപ്പെട്ട കാര്യം. അതാണ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നല്ല ശുദ്ധമായ വെള്ളത്തിൽ അതിന്റെ എഴുത്ത്, അത് നടക്കൂല. പിന്നുള്ള മാർഗം എന്താ വെച്ചാല് ഇതാണ്, കരിച്ചിട്ട് അത് നല്ല വെള്ളത്തിൽ ഒഴുക്കി കളയാം. ഒന്നിനും പെടാത്തൊരു സംഗീതമാണ് കേറ്റിക്കിട. മുസാഹിബ് അടക്കം കേറ്റിക്കാണ്. ചളിയൊക്കെ വരുമ്പോ കാണാം, അല്ലാ കുറെ ബുക്കുണ്ടല്ലോ ഇതിൽ അറിയും പണിക്കാരനെ. ഇതാണ് ഒന്നായിട്ട് അങ്ങനെ കിടക്കണ്ട. ഇതിന് പ്രത്യേക മണ്ണിൽ അങ്ങനെ കിടക്കുക. അങ്ങനെ ആകരുത്. നല്ല വെള്ളത്തിൽ ഒഴുക്കി കളയാം, കത്തിച്ചിട്ട്. ഏറ്റവും നല്ലത് സൂക്ഷിക്കലാണ്. പക്ഷെ നമ്മളൊരു പരിധി കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വരും. പേപ്പറൊക്കെ പഴയ പ്രിന്റൊക്കെയാണ് ഈ പ്രത്യേകിച്ച്. അപ്പോൾ അത് ആ രീതിയിൽ നമ്മൾ കരിച്ചിട്ട് നല്ല ശുദ്ധമായ വെള്ളം ഒഴുകുമ്പോൾ അതിൽ പിന്നെ എന്ത് ചെയ്യണം? നല്ല തോട്ടിൽ നല്ല വെള്ളം ഒഴുകുന്ന സമയത്ത് ഒഴുക്കി കളഞ്ഞാൽ മതി. ഏതായിരുന്നാലും ഇവിടെ നോക്കൂ, ഒരു അസ്മാഉൽ ഹുസ്ന പിന്നെ ഒരു പേപ്പർ, ഒരു ചെറിയ അള്ളാന്റെ 1-2 പേരുകൾ, അതിനെ ആദരിച്ചതാണ് ആ മഹാൻ അങ്ങനെ എത്തിയത് എന്നാണ്. അപ്പോൾ പ്രകാശം കൊടുത്ത ഒരു ഹേതുണ്ടാവും. നബി ഇമാമ
അല്ലേ? ഇന്നിപ്പോ ഏത് പള്ളി പോയി നോക്കി, നിങ്ങൾ ദർസുള്ള പള്ളി പോയി നോക്കിയാലും ഏത് പള്ളിയിലും കിതാബ് ഉണ്ടാവും, നബീമാവിന്റെ കിതാബുകൾ. അതേ ലോകത്ത് അറിയപ്പെട്ടു. അതിനൊരു കാരണം എന്താ? അതൊക്കെ പ്രകാശം പഠിച്ചോ തരാൻ ഓരോ കാരണങ്ങളുണ്ടാവും. അത് ഉമ്മാനെ ആദരിച്ചതാ. ഉമ്മ വെള്ളം ചോദിച്ചു, കുട്ടി വെള്ളയിട്ടും ചെന്നപ്പോഴേക്ക് ഉമ്മ ഉറങ്ങി. അപ്പൊ കുട്ടി അവിടെ ഇരുന്നു. ഉമ്മ കുറെ കഴിഞ്ഞ് ഉണർന്നിട്ട് അപ്പോ വെള്ളം ചോദിച്ച തന്നെ ഉമ്മ മറന്നിട്ടുണ്ട്. എന്താ ഉറങ്ങാതെ ഇരിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴാണ് നിങ്ങൾ വെള്ളം ചോദിച്ചിരുമ്മ. അപ്പൊ എന്നാ വിളിച്ചുകൂടെ? എന്നാ വിളിച്ചാ പിന്നെ അതവുകേടാവും എന്ന് വിചാരിച്ചു. അതിലാണ് മനസ്സ് പൊട്ടി ഇത് വരുന്നതാണ്. അതാണ് ആ കുട്ടി കഴിച്ചതാണ് കാരണം. ഞങ്ങള് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ വെറും കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ ചോദിച്ചു. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ഉഷാറായി കേട്ടോ. മാർക്ക് കിട്ടേണ്ട കാര്യമായപ്പോ എല്ലാ നിലക്കും പരീക്ഷയിൽ മാത്രമല്ല പരലോകത്തും ഒക്കെ എല്ലാ വിഷയത്തിലും A+ഓ ടോപ്ലസോ ഒക്കെ കിട്ടും. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി പറഞ്ഞു ഞാനേ. ഒന്ന് പെരി എന്നിട്ട് ഉമ്മാനോട്, ഉമ്മ അവിടെ വരിയുണ്ടാവും, പാപ്പ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെരുമാറ്റം ഉമ്മാക്കിട്ട് തോന്നണം. എന്തപ്പൊന്നൊരു മാറ്റവന്. ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഉമ്മാനായിട്ട് ചിലപ്പോൾ കുട്ടികളൊക്കെ വലിയ കമ്പനി കയറും. ഞാൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങള് ഇതുവരെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ ഇപ്പാര് ചിലപ്പം മരുന്ന് സ്ഥിരമായിട്ട് കുടിക്കേണ്ട ഇപ്പാരുണ്ടാവും, എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഇതുവരെ ഉപ്പാനോട് ആ അസുഖ വിവരങ്ങൾ ചോദിച്ച കുട്ടികളെന്ന് കൈപൊക്കിക്കാണ് ഞാൻ. ആരുമില്ല. ചെറിയ കുട്ടികളല്ല, ഇത് ചെറിയ കുട്ടികളല്ല, +1 +2 ഒക്കെ ഉള്ള കുട്ടികളാ. നിങ്ങൾ ഇതുവരെ ഇപ്പാനോട് അങ്ങനെ ചോദിച്ചിട്ടില്ല? ആരുമില്ല. ഇനി അവിടുന്ന് അങ്ങോട്ട് ചോദിക്കാന്നുള്ളടത്താണ് ചോദിച്ചിട്ടുണ്ടാവുക. കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ പാരന്റിഷ്ട എത്രയും കാരണം. ഇന്ന് ആ ബന്ധങ്ങളൊക്കെ പറ്റേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആവുമ്പോ അതിൽ നിന്ന് ആ മാതാപിതാക്കളുടെ ഒരു പ്രാർത്ഥന വരുന്നുണ്ട്. ആ പ്രാർത്ഥന കൊണ്ട് ഈ കാരണം ഇവർ കഴിച്ചില്ലാതാ, കുട്ടികൾ കഴിച്ചില്ലാതാ. ഞാൻ ഇവിടെ പരത്തി പറഞ്ഞില്ല, കാരണം ഇവിടെ കുട്ടികൾ കൂടുതലില്ലാത്തതുകൊണ്ട് അത് കുട്ടികളോട് പറയേണ്ട ഒരു കാര്യമാണ്. കുട്ടികളോട് പറയേണ്ട കാര്യമാണ്. ദർസിലെ കുട്ടികളോട് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പള്ളിയിലെ അച്ചടക്കത്തെ പറ്റി നമ്മൾ പറയാം. എന്നാൽ നമ്മൾ മുതിർന്നവരോട് പറയുമ്പോൾ, കമ്മിറ്റിക്കാരോടൊക്കെ പറയുമ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഒരു ദർസുള്ള പള്ളിയിലെ ഒരാൾ എന്നോട് പറഞ്ഞു, പിന്നെ കുട്ടികൾക്ക് അച്ചടക്കമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അത്ര അച്ചടക്ക കുറവൊന്നുമില്ല. പക്ഷെ ഏതാ ഈ കുട്ടികൾ? 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ്. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ ഒരു ദിവസം, ഒറ്റ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ അതേ പ്രായത്തിലുള്ള നിങ്ങളെ കുട്ടികളെ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയും. എന്നിട്ട് ഓല് പഠിക്കട്ടെ വീട്ടില്, അത്തഹിയാത്തും വജ്ജത്തും. ഒരൊറ്റ ദിവസങ്ങൾ പോലെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ ഈ പള്ളിയിൽ ഈ കുട്ടികൾ നിൽക്കുന്ന അതേ സിസ്റ്റത്തില് ബാങ്ക് കൊടുത്താ ലോഹറ് ജമാഅത്തായിട്ട് നിസ്കരിക്കുക, അത് കഴിഞ്ഞാൽ ചോറുന്ന കിതാബ് എടുക്കുക, അസർക്ക് ബാങ്ക് കൊടുത്താല് പിന്നെ നിസ്കരിക്കുക, ജമാഅത്ത് നിസ്കരിക്കുക. ഇങ്ങനെ ഒരൊറ്റ ദിവസം. അപ്പോഴാണ് നമ്മളിതിന്റെ ഗൗരവം അറിയാം. നമ്മളെ കുട്ടികൾക്കൊന്നെങ്കിൽ പിരാന്തായിക്കും, അല്ലെങ്കിൽ പെര പൊളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, അതും കാര്യം തന്നെയാണ് നിങ്ങൾ പറഞ്ഞത് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആലോചിച്ചു, നേരെ പരീക്ഷണം ആലോചിച്ചു. നമ്മൾ ഈ കുട്ടികളെ നൂലുമ്മ കെട്ടിയത് ഇറക്കിയതാന്നാ ചില കമ്മിറ്റിക്കാരൊക്കെ ധാരണ. എന്നിട്ട് ഇങ്ങനെ നോക്കും, പുതിയ കുട്ടികൾ വന്നത് ഓൻ തിരിയുന്നുണ്ടോ അറിയണുണ്ടോ. കുട്ടികളല്ലേ, നമ്മളെ മക്കളാണല്ലോ. എന്നാ കുട്ടികളോട് ഇത് പറയാൻ പറ്റില്ല കേട്ടോ, ഈ ക്ലാസ് കുട്ടിയാൾക്ക് എടുക്കരുതേ, ഇത് കുട്ടിയാൾക്ക് എടുത്താ നല്ല സ്ഥലമാണല്ലോ, ഇനിയിപ്പോ നമുക്ക് പേടിച്ചല്ല. നമ്മൾ നൂലുമ്മ കെട്ടി ഇറക്കിയൊന്നുമല്ലല്ലോ, എന്നാൽ ഓരോ ഒന്നും കൂടി ഉസാറാവും കളി. അതല്ല, അങ്ങനല്ല. ഓലോട് പറയാം, ഓലോട് ശരിക്ക് അച്ചടക്കത്തെ പറ്റി തന്നെ പറയണം. പക്ഷെ എങ്ങനെയാണെങ്കിലേ മുളകിന് എരിവുണ്ടാവുമല്ലോ കുട്ടികളെ അതിനനുസരിച്ച്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ അതൊക്കെ പൊറുക്കപ്പെടും. കുറെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ട്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുക അതിന്റെ ഗൗരവം.
അപ്പോൾ ഞാനന്നൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. എന്തായിരുന്നാലും ഇപ്പോൾ അല്ലാഹു തആല പ്രകാശം നൽകാൻ ഓരോ ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാവും. അതിന്റെ ഒന്ന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന് അസ്മാഉൽ ഹുസ്നയെ ബഹുമാനിച്ചു, അള്ളാഹിന്റെ നാമത്തെ ബഹുമാനിച്ചു, ഒന്ന് ഉമ്മാനെ ബഹുമാനിച്ചു. ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ. ഇതൊക്കെ അല്ലാഹു തആല അവരുടെ ആ ഹൃദയത്തെ വിശാലമാക്കി കൊടുക്കണമെന്നാണ് അല്ലാഹു പറയുന്നത്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം. അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ അവന് ഒന്നും പ്രയാസമായിട്ട് തോന്നില്ല. ദീന് ശരീഅത്ത് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം ഓനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല. അതാണ് ഈ വിശാലത. നമ്മൾ പറയല്ലോ, ഓനാടൊരു ഹൃദയ വിശാലത ഉള്ള ആളാണ്, നല്ല വീട്ടുവീഴ്ച മനോഭാവമുണ്ട്, നല്ല ക്ഷമയാണ്, ഓനെല്ലാത്തിനും പറ്റും. നമ്മൾ പറയല്ലോ. ചിലരങ്ങനെയല്ല, ഭയങ്കര സങ്കുചിതമായിരിക്കും, വിട്ടുവീഴ്ചക്ക് തീരെ തയ്യാറാവൂല, കടുംപിടുത്തായിരിക്കും, ഭയങ്കര വാശിയായിരിക്കും. മലപ്പുറത്ത് മാർക്കറ്റിൽ ജോലിയുള്ള നമ്മൾ ഖുർആൻ ക്ലാസ്സിന് എൻ്റെ ഒരു സഹോദരന് ഓൻ്റെ ഉപ്പാനെ പറ്റി പറയും. കുറ്റം പറയെല്ലാം വേണ്ട പറയും. എൻ്റെ ഉപ്പ ഭയങ്കര വാശിക്കാരനാണ്. അവൻ രാത്രി കട അടിച്ച് പോകുമ്പോൾ കള്ളുടിയന്മാർ അവനെ തടഞ്ഞു നിർത്തി മോട്ടോർ സൈക്കിൾ അവനടിച്ചു. ഓൻ അത്യാവശ്യമൊക്കെ അഭ്യാസമൊക്കെ പഠിച്ച ആളായതുകൊണ്ടോ പിന്നെ ഒരു വിധത്തിൽ കഴിച്ചിലായി. പക്ഷെ അവന് പരിക്ക് പറ്റി. ഇവര് വെള്ളമടിച്ചു കൊണ്ടാണ്. ഒരു വലിയ ടീമുണ്ട്, പോലീസുകാരെ വരെ അതല്ലുണ്ട്. പിന്നത്താ അങ്ങനെ ഇപ്പം പെരയെന്നപ്പോ ഇവന് പരിക്കുണ്ട്. അപ്പൊ ഇവന് മാർക്കറ്റിൽ നിന്ന് പോയാണ്ട് ചളിയൊക്കെ ഡ്രസ്സ് മാറിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോരണം. അപ്പൊ വാപ്പ പറഞ്ഞു, അന്ന പോലെ അങ്ങനെ ചെയ്തോ ചോദിച്ചു. എന്നിട്ട് അങ്ങോട്ട് എന്ത് ചെയ്തില്ല ചോദിച്ചു. വാപ്പ ഓര് കുറെ ആൾക്കാരുണ്ടായതുകൊണ്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൽ വാപ്പന് ചൂടായി. എടാ, ജീവൻ പോയാലും തല്ലണ്ടേ? ഇയാൾ പറയണ്ടാവും. നമ്മളെന്താ കരുതുക, പനൂട്ടിന്റെ തടി കിട്ടിയല്ലോ അൽഹംദുലില്ലാഹ്. മൂപ്പര് പറയണ്ടെന്താ അറിയോ? മൂപ്പര് പറയേണ്ടത് ഇങ്ങോട്ട് കിട്ടുമ്പോ അങ്ങോട്ട് കൊടുക്കാക്കരുത് എന്നാണ്. ഇജ് എന്ത് കണ്ടിട്ടാണ് പോകുന്നത്? ഇങ്ങോട്ട് കേൾക്കണ 4-5 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു, പോയി നോക്കിയാനല്ല. ഈ ഒരു വാശി, ആ ഒരു വാശി അയാളിനോട് ഇങ്ങനെ പറയേ, ഒന്നല്ലോ നോക്കൂട്ടോ. വാശിയുള്ള പനോ ഓനങ്ങട്ടങ്ങനെ വാശി കേട്ടില്ല. ഓൻ നേരെ ഓപ്പോസിറ്റാ. ഓനെ ചുറിച്ചുകാണ്ടായിട്ട് അങ്ങനെ ഉണ്ടാവില്ല ചില മക്കള്. ഓലൊക്കെ കഴിച്ചിലാവും ചെയ്യും. ഭയങ്കര വാശി. അത് ഈ ഹൃദയ വിശാലതന്റെ കമ്മിയാണ്. അങ്ങനെ ആകരുത് എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് ഒരു മയം വേണം. പിന്നെ കരിങ്കല്ലിന്റെ മരിക്കനെ ആകരുത്, മാവ് കഴിച്ചു വെച്ചമാർക്കാണോ എന്നുള്ളതാണ്. അപ്പൊ ഈ വിശാലത എന്നതാണ്. അലം നശ്റഹ് ലക സദ്റക നബി തങ്ങളോട് പറഞ്ഞതിന്റെ ഒരു അർത്ഥം അതല്ലോ. നബി, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ എന്ന വിട്ടുവീഴ്ച മനോഭാവം, എല്ലാ കാര്യം കടുംപിടുത്തല്ലാത്തൊരവസ്ഥ, എല്ലാ കാര്യത്തിലും ഇവിടെ വിശാലമായിട്ടാണ് പറയുന്നത്. ഇസ്ലാമിലേക്ക് ഹൃദയത്തെ വിശാലാക്കുക എന്നതാണ് അള്ളാഹുവിന്റെ നൂറാനിയത്ത്. നേരത്തെ പറഞ്ഞ 3 ഘടകങ്ങൾ ഒരുമിച്ചാല് അപ്പോ പരലോകത്തേക്കുള്ള കാര്യം മാത്രം മനസ്സിക്ക് വല്ലാതെ അതിന് മുൻഗണന കൊടുക്കും. മരണത്തിന് ഒരുങ്ങാന്ന് പറഞ്ഞാൽ തന്നെ കുറെ അമലുകൾ ചെയ്യും. അപ്പൊ ഒന്നും ഒരു ഭാരമായിട്ട്, ശരീരത്തിന്റെ നിയമങ്ങൾ ഒന്നും ഭാരമായിട്ട് തോന്നൂലാണ്. എന്നാ നേരെ മറിച്ചോ, നേരെ മറിച്ച് ഒരാളെ പഴപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയം കുടുസാകും. ആകാശത്തിലേക്ക് കയറുന്നത് പോലുള്ള ബുദ്ധിമുട്ടോൻ അനുഭവപ്പെടും. ആകാശത്തേക്ക് കയറാൻ വലിയ റിസ്ക് ഉള്ള കാര്യമാണ് മുകളിലേക്ക് കയറുക എന്നുള്ളത്. ഒരാളോട് പറയാം, അജ്ജ് മുകൾക്ക് കയറി വാ എന്ന് പറഞ്ഞാല് അത് വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഏതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഒരായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഫലഖ്തഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്റബ യതീമൻ ദാ മഖറബ. ഇതിനൊരു എക്സാമ്പിൾ ആണ്. അതായത് അള്ളാഹു ചോദിക്കുകയാണ്, ഫലഖ്തഹമൽ അഖബ, എന്തുകൊണ്ട് മനുഷ്യൻ ചുരമാർഗം വിട്ടുകിടക്കുന്നില്ല, മലമ്പാത കയറി വരുന്നില്ല? അതായത് എന്താണോ ആ മല കയറി വരാത്തത്? പടച്ചോനെ, അള്ള മല കയറാനാണല്ലോ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ ഊരകമലയാണ് വലുത്, എന്നാണ് കയറി വരിക അല്ല. എന്താ അതിന്റെ ഉദ്ദേശം? ഫലഖ്തഹമൽ അഖബ, എന്തുകൊണ്ട് അവർ മലമ്പാത വിട്ടുകിടക്കുന്നില്ല? വമാ അദ്റാക മൽ അഖബ, ഈ ചുരമാർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ? ഫക്കു റഖബ, അത് അടിമകളെ മോചിപ്പിക്കലാണ്.
ഔ യുത്അമു ഫീ യൗമിൻ ദീ മസ്ഗബ, പട്ടിണിയുള്ള ദിവസം ആഹാരം കൊടുക്കലാണ്. യതീമൻ ദാ മഖ്റബ, കുടുംബ ബന്ധമുള്ള ഒരു അനാഥക്ക്. അപ്പോ നമ്മൾ പാവപ്പെട്ട ആൾക്കാർക്ക് ആഹാരം കൊടുക്കുക, ഈ അടിമകളെ മോചിപ്പിക്കാൻ ഇപ്പൊ ഇല്ല. എന്നാ അതിലുള്ള കാലത്ത് ഒരാളോട് എൻ്റെ അടിമനെ ഫ്രീ ആയിട്ട് സ്വതന്ത്രനാക്കി വിട്ടോളൂ, ഭയങ്കര കൂലിയാണെന്ന് പറഞ്ഞാൽ ഓനോട് ആ മല കയറി വരാൻ പറഞ്ഞ ബുദ്ധിമുട്ടേക്കാറും. എടാ, ഒരു പാവപ്പെട്ട മിസ്കീന് അല്ലെങ്കിൽ ഒരു യതീം അവരെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അത് അവനിക്കൊരു മല കയറി വരാൻ പറഞ്ഞുള്ള ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതാണ് ആയത്തിന്റെ അർത്ഥം. ഒരു മല കയറി വരാൻ പറഞ്ഞാൽ ഒരു കാര്യമില്ലാതെ കയറുക. നമ്മളിപ്പോ ഗാറ് സൗറും ഗാറ് ഹിറാവും ഒക്കെ നമ്മൾ കയറുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കയറി ആ ബർക്കത്ത് കിട്ടാനാണ് നമ്മളവിടെ കയറുന്നത്. അപ്പൊ അതിന് ചിലപ്പോൾ നമ്മളിങ്ങനെ മറ്റോടത്ത് അയിലാറ വലിയ മല നോക്കിയിട്ട് പറയും, റസൂൽ അവിടെ കയറാത്ത നന്നായി, റബ്ബേ അവിടെ നമ്മൾ വർക്കത്തിന് വേണ്ടി കയറേണ്ടി വരല്ലോ എന്ന് ചിന്തിക്കും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുത്ത് വെറുതെ കയറുവോ? ഇല്ലല്ല, ഒരിക്കലും കയറൂല. നാറാണത്ത് ഭ്രാന്തനെ പോലെ വെറുതെ ഇടങ്ങാറായി കയറി കല്ല് ഉരുട്ടി കയറ്റിയിട്ട് എന്നിട്ട് പിന്നെ അടിയിൽ കെട്ടിട്ട് ചിരിച്ചു പറഞ്ഞാൽ ഇല്ല, വെറുതെ ചെയ്യൂല. എന്നാ അത് എത്ര റിസ്ക് ആയിട്ട് തോന്നും, അതേപോലെ തോന്നും ഏതും ഈ സഹായങ്ങളുടെ കാര്യം പറഞ്ഞാൽ. അതേപോലെ അപ്പോ ഒരു മല ആകാശത്ത് കയറാൻ അതിലേറെ റിസ്ക് അല്ലേ? മുകൾക്ക് കയറാന്ന് പറഞ്ഞാൽ അതെത്ര ബുദ്ധിമുട്ടാണ്. അതേപോലെയാണ് ശരീഅത്തിന്റെ നിയമങ്ങൾ. വളരെ കറക്റ്റാട്ടോ, വളരെ കറക്റ്റാ. രാത്രി ചിലപ്പോ ഫുൾ കളികളുണ്ട് ടറഫിലൊക്കെ. ചങ്ങലയാണ് കളിന്റെ. കുട്ടികളൊക്കെ എത്ര ആവേശത്തിലാ പോകുന്നത്. അന്ന് പകല് ജോലിക്കൊന്നും പോകാതെ കിടക്കും. എന്താ പോകാൻ പോയില്ലേന്ന് വാപ്പ ചോദിക്കുമ്പോ ഉമ്മ അറിയണം ഇന്ന് രാത്രി കളിന്റെ ദിവസമല്ലേ. അപ്പൊ വാപ്പ പറയും, എനിക്ക് എന്താ അറിയില്ലടാ, രാവിലെ ഈ വാക്ക് കൂടി ഇങ്ങനെ ഒരു വേദന ഉണ്ട്. അപ്പോ മൊബൈൽ നല്ല ഓഫാക്കി വിളിയേറ്റ് വരുമോ വരും. കാരണം കളി മുടങ്ങരുത്, കളി മുടങ്ങരുത്. അതിന് ഉറക്കൊഴിക്കാൻ തയ്യാറുള്ള കുട്ടികളെ എത്ര അപ്പൊ നോക്കി സുബൈക്കൊക്കെ ഞാൻ ക്ലാസ്സിന് പോകുമ്പോഴേ പിന്നെ കോഴിക്കോട് ആരത്തുപടിയ ഭാഗത്തേക്ക് അതിലെങ്ങനെ പോകുമ്പോൾ കയറി മറിഞ്ഞു പോയാലാണ്, മല കയറി ഇറങ്ങി പോയാലാണ്. ആ മലന്റെ മുകളിലുണ്ട് ഒരു ടറഫ, കോളായിൽ ഒരു ടറഫുണ്ട്. ചിലപ്പോ മഴക്കുള്ള കഴിഞ്ഞൊല്ലൊക്കെ നമ്മളിങ്ങനെ കാണാം, മഴയൊക്കെ ഉണ്ടാവും സുബൈൻ്റെ ആ സമയത്ത്. അപ്പം ഉണ്ടാകും കുട്ടികൾ കളിച്ചു. അതിപ്പോ നാളെ പരലോകത്തേക്ക് വരുമാനം കിട്ടേണ്ട ഒരു ഇബാറത്ത് പറഞ്ഞാണെങ്കിൽ ആ നേരത്ത് മഴയുള്ള ആരെങ്കിലും പോകുമോ? ആ നേരത്തൊക്കെ കളിക്കണമെങ്കിൽ ഓലൊക്കെ ആ വിഷയത്തിലൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഞമ്മക്കത് ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നുന്നുണ്ട്. അതിൽ ആവേശമില്ലാത്ത ആളോട് പോയി കളിച്ചു പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ. അതാണല്ലോ നല്ല ആടുകളുടെ ഇബാദത്ത് മടുപ്പ് വരൂല എന്നുള്ളതിന് ഉദാഹരണം പറയുന്നത് ബൂസൂരിമാവിന്റെ ഒക്കെ ചരിത്രത്തിൽ പറയുന്നത് കുട്ടികളെ പോലെയാണെന്നാണ്. കുട്ടികൾ കളിക്കാറിങ്ങിയ അവർക്ക് മടുപ്പ് വരൂല. കുട്ടികൾക്ക് കളിക്കാറിങ്ങിയ അവർക്ക് മടുപ്പ് വരൂല. ഒലയിലങ്ങട്ട് മുഴുകും ആ കളിയിൽ മുഴുകും. അത് എത്ര കളിച്ചാലും അവർക്ക് പ്രശ്നം വരൂല. ഇതുപോലെയാണെന്നുള്ളതാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വിചാരിച്ചാല് ഏതിനും കുട്ടികൾ തയ്യാറേക്കാറ്, ഏതിനും തയ്യാറാണ്. ഒരു കാര്യം കിട്ടണം. എന്നാൽ അതേ സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു നോക്കി ഭയങ്കര മടിയുള്ള കുട്ടികൾ. പൊതുവേ കുട്ടികളോട് നിസ്കരിച്ചോന്ന് ചോദിക്കേണ്ട തന്നെ അവർക്ക് കയറാണ്. ചിലപ്പോൾ കുട്ടികളോട് തമാശക്ക് കുട്ടികൾ വേറെ കുട്ടികൾ, എന്റെ വാപ്പി പള്ളിക്കത്തെ ഉസ്താവ് വരെ മരക്കണം, രണ്ടാക്കും വാഴുള്ളതാണ്. പള്ളിക്കത്തെ ഉസ്താദിന് പള്ളിയിൽ വാഴത്, എൻ്റെ ഉപ്പാക്ക് എന്നും വീട്ടിൽ വാഴലാണ്. ഉമ്മാനോടൊക്കെ ചിലപ്പോൾ കുട്ടികൾ തമാശക്ക് പറയലമ്മ നമ്മളെ കേസറ്റൊന്ന് നിർത്തി കാണി മതി. മദ്രസയിൽ ചെന്നാൽ അവിടുന്ന് ഉസ്താദ്, പള്ളിക്ക് ചെന്നാൽ അവിടുന്ന് ഉസ്താദ്, വലിയ ഉസ്താദിന്റെ വാഴൽ, മറ്റോടത്തുനിന്ന് സദർ ഉസ്താദിന്റെ വാഴൽ. ഇവിടെ വന്ന നിങ്ങളതും പച്ചിൻ്റെ കേൾക്കണം. അങ്ങനത്തെ ഇഷ്ടമല്ല പൊതുവെ. പക്ഷെ നമ്മളിപ്പോ അത് ഇഷ്ടക്കേട് നോക്കണ്ട, കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അത് നമ്മളത്ര കാര്യമാക്കണ്ടില്ല. ഏതായിരുന്നാലും നോക്കൂ, അല്ലാഹു തആല ഉദ്ദേശിക്കണം കേട്ടോ, റബ്ബിന്റെ ഖലാ ഇല്ലെങ്കിലുണ്ടല്ലോ ഇവനക്ക് ആകാശത്തേക്ക് കയറുന്ന പോലുള്ള പ്രയാസം ഉണ്ടാവും. കദാലിക യജഅലുല്ലാഹു റിജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ. അപ്രകാരം അല്ലാഹു പറയാണ്, ഈമാനില്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല അദാബിനെ നൽകുന്നതാണ്. ഈ റിജ്സ് എന്ന് പറഞ്ഞാല് അതിന്റെ ഒരർത്ഥം അദാബ് എന്നാണ്. അദാബ് അതിന് ഇല്ലാതിനത്ത് എന്നർത്ഥം. എന്താണ്? ശാപം.
കേട്ടോ. റിജസിന് എന്ത് അർത്ഥമുണ്ട്? ലഅനത്ത് ശാപം എന്നർത്ഥമാണ്. ഇനി റിജസിന് ശൈത്വാൻ എന്ന് അർത്ഥമാണ്. അതായത് ശൈത്വാൻ അവരെന്ത് ചെയ്യും? കീഴടക്കി വെക്കും, അള്ളാഹുവിന്റെ ശാപത്തിന് പാത്രമാകും, അള്ളാഹുവിന്റെ അദാബ് അവനെ ബാധിക്കും. അങ്ങനെയൊക്കെ അതിനർത്ഥമുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പിന്നെ പറയുന്നത് എന്താ? വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യذكرون. അല്ലാഹു തആല പറയാണ് വഹാദാ സിറാത്തു റബ്ബിക, ഇത് റബ്ബിന്റെ ശരിയായ മാർഗമാണ്. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ, ഇത് നിന്റെ റബ്ബിന്റെ ചൊവ്വായ മാർഗമാകുന്നു. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യذكرون. ഖദ് ഫസ്സൽനൽ ആയാതി, ആയത്തുകൾ നാം വിശദീകരിച്ചിരിക്കുകയാണ്. ലിഖൗമി യذكرون, ചിന്തിച്ച് ഗ്രഹിക്കുന്ന ഒരു ജനതക്ക്. ഓൽക്കതുകൊണ്ട് കാര്യമുള്ളൂ. ചിന്തിച്ച് ഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതെന്താണ് നാം വിശദീകരിക്കുകയാണ്. ഇത് മുസ്തഖീമായ മാർഗമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ പിന്നെ മഹാനായ മഅറൂഫുൽ ഖർഖി അദ്ദേഹത്തിന് ആ ത്രിത്വം പറഞ്ഞപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇസ്ലാമിലേക്ക് വന്ന ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ടാവും മുസ്തഖീമായ മാർഗത്തിലെത്താൻ. ഇപ്പോൾ ഫലസ്തീനിലെ ഗസയിലെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾ ഒന്നല്ല അവരോട് ഇറങ്ങാൻ പറയാണ്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് തീഗോളമായി മാറും, ഒക്കെ നഷ്ടപ്പെടും. മുന്നറിയിപ്പ് കൊടുക്കാതുള്ള ആക്രമണത്തിൽ എത്ര ഉയരങ്ങളിലേക്ക് ആളുകൾ തെറിച്ചുകൊണ്ട് അറിയങ്ങൾ കത്തിക്കരിഞ്ഞിട്ട് വീഴുകയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ശുഹദാക്കൾക്കുള്ള കൂലി നൽകുമാറാവട്ടെ. എല്ലാത്തിനും അടങ്ങാറാ. നമ്മളൊന്നും കാര്യമായിട്ട് അറിയണില്ല അവിടെ നടക്കേണ്ടത്. ജൂതന്മാരുടെ ക്രൂരത, കൊടും ക്രൂരത, അത് മുഴുവനും നമ്മൾ പുറം ലോകം അറിയണില്ല. ഇത്രക്കും വലിയ ക്രൂരത അവർ കാണിക്കുന്നത്. പക്ഷെ അവിടെ വലിയൊരു അത്ഭുതം ഉണ്ടായത് എന്താ വെച്ചാൽ, ഈ വീട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി കിട്ടിയത് വലിച്ചു പോകുന്ന ഇവര് നിസ്കാരത്തിന്റെ സമയമാവുമ്പോൾ ജമാഅത്തായിട്ടാണ് നിസ്കരിക്കണം. ഇപ്പൊ പരിശുദ്ധ ഖുർആനില് ഒരു ആയത്തില് അല്ലാഹു തആല അൽ ബഖറയിൽ പറയുന്നുണ്ട്, നിങ്ങള് പിന്നെ ഈ നിസ്കാരം ശത്രുക്കളെ നിങ്ങൾ ഭയപ്പെടുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത്തരം ഘട്ടങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്നാലും നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ, നിസ്കാരങ്ങൾ ഒഴിവാക്കരുത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നിങ്ങൾ നിസ്കാരം ഒഴിവാക്കരുത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ എന്തിനാ പറഞ്ഞു വെച്ചാൽ, ഇസ്ലാമിലേക്ക് ചിലര് വരാനുള്ള ഒരു കാരണമായ സംഭവമാണ്. അതായത് ഇവര് എന്ത് ചെയ്തു? ഈ ഹൗഫ്, വലിയ ഭയമുള്ള സമയം, ഏത് സമയത്തും ബോംബ് പൊട്ട, മിസൈൽ ആക്രമണം ഉണ്ടാകാം. അത്തരം ഒരു ഘട്ടത്തിൽ പോലും ഇവരെന്ത് ചെയ്തു? നിസ്കാരം കൃത്യമായിട്ട് നിർവഹിച്ചു എന്നുള്ളതാണ്. അതാണ് ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനാ ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമകും മാ ലം തകൂനൂ തഅലമൂൻ. 5 നേരത്തെ നിസ്കാരത്തെ പറ്റി സൂക്ഷിക്കണമെന്ന് അൽ ബഖറ സൂറത്തിൽ അല്ലാഹു തആല 238 ആയത്തിൽ പറഞ്ഞിട്ട് പിന്നെ പറയണത്, ഫഇൻ ഖിഫ്തും, നിങ്ങൾക്ക് ശത്രുക്കളെ ഭയപ്പെടുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, നിങ്ങൾ ശത്രുക്കളെ പേടിക്കുന്ന അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ്, ഏത് സമയത്ത് ആക്രമണം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഫരിജാലൻ ഔ റുക്ബാനാ, നിങ്ങൾ നടന്നുകൊണ്ടോ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുന്ന സമയത്തോ നിങ്ങൾ നിസ്കരിച്ചോളി. എന്നാലും ഒഴിവില്ലട്ടോ, നടന്നുകൊണ്ട് നിസ്കരിച്ചോളി. നിങ്ങൾ ഖൗഫിന്റെ നിസ്കാരം തന്നെ ഉണ്ട്. യുദ്ധകളത്തിലൊക്കെ നിസ്കാരം ഒഴിവില്ല. ഒരു ടീം എന്ത് ചെയ്യും? പിന്നെ ഒരു ജമാഅത്ത്, 2 ജമാഅത്തിറക്കുണ്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ടീം ഇങ്ങനെ നോക്കിക്കും, ശത്രുക്കൾ വരും, അപ്പോൾ ഒരു ടീം നിസ്കരിക്കും. ഇനി എല്ലാവരും കൂടി ഒപ്പം നിസ്കരിക്കും. ഒരു ടീം സുജൂദ് കഴിഞ്ഞിട്ടാണ് മറ്റേ ടീം സുജൂദക്ക് പോവുക. സുജൂദിന്റെ സമയത്ത് ആക്രമണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് കുടുസായ ടൈമിൽ നീട്ടാൻ സമയമല്ല എന്ന രീതിയിൽ സ്വീകരിക്കും. നടന്നിട്ടോ വാഹനത്തിൽ കയറിയിട്ടൊക്കെ നിങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് എന്താ അറിയോ? ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ കമാ അല്ലമകും മാ ലം തകൂനൂ തഅലമൂൻ.
അങ്ങനെ നിങ്ങൾക്ക് സമാധാനം വന്നാൽ, അതായത് ആ ഭീഷണിയൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹിനെ സ്മരിക്കണം. ഏതുപോലെ വിവരമില്ലാത്ത കാര്യങ്ങൾ അള്ളാഹ് നിങ്ങളെ പഠിപ്പിച്ചില്ലേ, അതുപോലെ. അപ്പൊ അതിൻ്റെതായ തനതായ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ നിസ്കാരം നിർവഹിക്കണം. അള്ളാഹിനെ സ്മരിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ നിസ്കാരമാണ് ഉദ്ദേശം. അപ്പൊ ഇവിടെ ഇവർക്ക് ഇങ്ങനൊരു ഘട്ടത്തിൽ പോലും ഒരു ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് അമേരിക്കയിലെ ഒരു എഴുത്തുകാരി, ക്രിസ്ത്യാനിയായ എഴുത്തുകാരി കണ്ടിട്ട് ഇസ്ലാം സ്വീകരിക്കാനും പോലും അത് കാരണമായി. പടച്ചോന് ആ മുസ്തഖീമായ മാർഗത്തിലേക്ക് അടുപ്പിച്ചു. അവർ ചിന്തിച്ചാൽ എന്താ അറിയോ, ഇത്തരം ഒരു ഘട്ടത്തിൽ വരെ അവർ ആ കർമ്മം നിർവഹിക്കുന്നതിൽ ജാഗ്രത കാണിച്ചു. മാത്രമല്ല, കിട്ടിയത് വലിച്ചു പോകുമ്പോൾ മുസാഹിഫ് കയ്യിലുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കും. വേണമെങ്കിൽ അവർക്ക് വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ മുസ്ലിം വേഷം ഒഴിവാക്കാമായിരുന്നു. ഇല്ല. നമ്മളെ നാട്ടിലൊക്കെ നർത്തകിമാരുണ്ട്, മുസ്ലിം നർത്തകിമാർ. ഇവർക്ക് വേറെ പരിപാടികളൊന്നുമില്ല. ഓല് ഖബറിനെ പറ്റിയും മൈസറയെ പറ്റിയൊക്കെ പാട്ട് കൊഞ്ചിക്കഴിഞ്ഞു. ഇവൽക്കത്ത് ഖബർ ഉള്ളിക്ക് കയറുന്നുണ്ടോ? ഏവിയൊക്കെ പണ്ട് പാടുന്ന കാലഘട്ടത്തിൽ കരച്ചിൽ വരും. ആൾക്കാർക്ക് മാറ്റണ്ടായിരുന്നു. കാരണം അതാണ് വരേണ്ട വിഷയം, അതാണ് വരേണ്ടത്. ഒരു ഉള്ളു തട്ടിയിട്ടാണ് പാടിയിട്ട്. ഇന്ന് പെണ്ണുങ്ങളാ രംഗം കയ്യിലെടുത്തുകയല്ലേ. വലിയ പാട്ടുകാരാകണമെന്നില്ല. എന്നാൽ തന്നെ ഓരോരുത്തരും റീൽസിന്റെ കാലമുള്ളപ്പോ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. ഒരു യോജിപ്പ് വേണ്ടേ? ഇല്ല. എന്നാ ഫലസ്തീൻ കോഗ്യങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടും അവര് അള്ളാഹുവിനുള്ള കടപ്പാട് വീട്ടുന്നതിൽ ഒരിക്കലും മാറ്റില്ല. അതാണ് ആ ഹിദായത്തിന്റെ ആ ഗൗരവമാണത്, അതിന്റെ കട്ടിയാണത്, അതിന്റെ മാറ്റാണ്. അതിൽ കളങ്കല്ല, ഒരു പതറുന്നില്ല. ഇപ്പൊ ലാസ്റ്റ് ആശുപത്രി തകർത്തു അവിടെ, ലാസ്റ്റ് ആശുപത്രി. എന്നിട്ട് പോലും അവരുടെ അവസ്ഥ നോക്കുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു തആല അതൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടോ. അതൊക്കെ ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്തിൽ പറയുന്നുണ്ടല്ലോ, മുൻഗാമികൾക്ക് വന്നതുപോലെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടും. നിങ്ങൾ ആരോഗ്യങ്ങളെ തൊട്ട് നമ്മളെ കാത്തി രക്ഷിക്കുമാറാവട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഏതായിരുന്നാലും നമ്മൾ മുസ്തഖീമായ ഒരു മാർഗമുണ്ട്. അത് നമ്മളെ ഭരണഘടന നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള അധികാരമുണ്ട്. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മളെ വിശ്വാസം, നമ്മളെ കർമ്മം നമ്മൾ ചെയ്യണമല്ലോ. പലയിടത്തും വിശ്വാസം ഉള്ളിൽ കയറാൻ ആർക്കും സാധിക്കൂല. കർമ്മങ്ങൾ ചെയ്യാൻ സമ്മതിക്കാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, നിസ്കരിക്കാൻ സമ്മതിക്കാത്ത പല സ്ഥലങ്ങളുണ്ട്. അപ്പൊ അല്ലാഹു തആല പറയാ, വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ, ഇത് താങ്കളുടെ രക്ഷിതാവിന്റെ മുസ്തഖീമായ മാർഗമാകുന്നു. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യദ്ദക്കറൂൻ, ചിന്തിച്ച് ഗ്രഹിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ഒരു ജനതക്ക് നാം ഇത് വിശദീകരിച്ചു തരികയാണ്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ അരികെ സമാധാനത്തിന്റെ ഭവനമുണ്ട്. അല്ലാഹു പറയാണ് ദാറുസ്സലാം. ഈ ദാറുസ്സലാം എന്ന് പറയുമ്പോൾ അതിന് കുറെ അർത്ഥങ്ങളുണ്ട്. ദാറുസ്സലാം എന്ന് പറയുമ്പോൾ നോക്കൂ, അവിടെ എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്? ദാറുസ്സലാം എന്ന് പറയുമ്പോൾ ഒന്ന്, സലാം എന്ന് അള്ളാന്റെ ഒരു പേരുണ്ട്. യാ സലാം. ആത്മധൈര്യം കിട്ടാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു പേരാണേത്? യാ സലാം. പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. യാ സലാം. ഇന്റർവ്യൂവിന് പോവാൻ, നാളെ ഇന്റർവ്യൂ ഉണ്ട്, പ്രത്യേകം വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മോൾക്ക് വേണ്ടിയിട്ട്. നമ്മളൊരു സഹോദരൻ പറഞ്ഞിരുന്നു. അവർക്ക് പറഞ്ഞു കൊടുക്കാം, ആ പേരൊന്ന് പറഞ്ഞു കൊടുക്കാം. സലാം, യാ സലാം. അത് ഒരു നല്ല സംഖ്യ പിടിച്ചാൽ 11 33 ഒക്കെ പിടിക്കാം. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അങ്ങനത്തെ ഘട്ടങ്ങളിലൊക്കെ ചെല്ലണ്ടാണ്. എന്താ വെച്ചാൽ നമുക്കൊരു എല്ലാത്തിനും ഒരു ഉറപ്പ് കിട്ടണമല്ലോ. സലാം അള്ളാന്റെ പേരാണ്. അപ്പൊ ഇവിടെ ദാറുസ്സലാം എന്ന് പറയുമ്പോ ദാറുല്ലാ എന്ന് പറയും പോലെയാണെന്നാണ്. ഏതുപോലെ ഇപ്പൊ കഅബനെ പറ്റി അത് അള്ളാന്റെ ഭവനം എന്നാണ് പറയാ. എല്ലാം അള്ളാന്റെ ആണ്. പക്ഷെ പള്ളിയെ പറ്റി അത് അള്ളാന്റെ വീടാട്ടോ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ചേർത്തുമ്പോൾ ഒരു മഹത്വമുണ്ട്. എന്നതുപോലെ സ്വർഗത്തെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയാം. അപ്പൊ അത് നമ്മൾ സാധാരണ ഇവിടുത്തെ ഒരു ഭവനാകൂല. അതിന് വലിയൊരു മഹത്വമുണ്ട്. അതിന്റെ ആ ഷറാഫത്ത് അത് അറിയിക്കണത് എന്നുള്ളതാണ്.
ഇനി മറ്റൊന്ന്, ഈ ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശമാക്കുന്നത് സലാമത്ത് എന്ന് പറഞ്ഞാൽ സമാധാനം. അതായത് ആഫാത്തുകൾ, ബലായാത്തുകൾ, അതായത് ഒരു മുസീബത്തും ആഫത്തുകളൊന്നും ഇല്ലാതെ, ഒരു ഷർറുകളും ഇല്ലാതെ എല്ലാ നിലക്കും സമാധാനം നൽകുന്ന ഭവനം. അപ്പൊ ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ ദാറുസ്സലാമ എന്നാണ് അതിന്റെ ഉദ്ദേശം എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറുകൾ പറയുന്നത്. ഇനി അതിന്റെ വേറെയും അതിന് ചില ഇതൊക്കെ ഉദ്ദേശങ്ങൾ അതിനുണ്ട്. മറ്റൊന്ന്, ദാറുസ്സലാം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശം എന്താ പറയുക, സലാമിന്റെ ഭവനം എന്നാണ്. ഒരു ആയത്തിൽ പറയുന്നതിലെ ഒരു ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് എന്ത്, അവര് അതിൽ സലാം പറയുന്നതാണ്. സ്വർഗാവകാശികളുടെ കൂടുതൽ സംസാരം തന്നെ എന്താ, സലാം സലാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ദാറുസ്സലാം എന്ന് പറഞ്ഞത്. അപ്പോ അള്ളാന്റെ പേരിലേക്ക് ചേർത്തിയിട്ടാകാം ആ മഹത്വം അറിയിക്കുകയാണ്. സലാമത്ത്, ആഫത്തുകളോ മുസീബത്തുകളോ പ്രശ്നങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ഒന്നുമില്ലാത്തൊരു ലോകാണത്. ഇവിടെ അതൊക്കെ നമുക്കുണ്ടാവും, എന്തൊക്കെ മുസീബത്തുകൾ, അവിടെ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ലോകമാണെന്ന് അറിയിക്കാനാണ് ദാറുസ്സലാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ദാറുസ്സലാം എന്ന് പറഞ്ഞാൽ സലാമിന്റെ ഭവനമാണ്. സലാം ഇസ്ലാമൊക്കെ എന്ന് വന്നതാണ് സിൽമ്. അപ്പൊ സലാം എന്ന് പറഞ്ഞാൽ നമ്മൾ സലാം പറയുന്നത് അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർഗത്തിൽ നമ്മൾ സലാം പറയും. സലാം സലാം എന്നുള്ള വാക്ക് വല്ലാതെ കേൾക്കും. നിരർത്ഥകമായ സംസാരങ്ങൾ സ്വർഗത്തിൽ കേൾക്കുകയില്ല. അപ്പൊ അല്ലാഹു തആല പറയാണ്, ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അരികെ സമാധാന ഭവനം അവർക്കുണ്ട്. അതിലേക്കാണ് അള്ളാഹു വിളിക്കുന്നത്. ഖുർആനിലെ മറ്റൊരായത്തിൽ പറയുന്നുണ്ടല്ലോ, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുകയാണ്, സമാധാന ഭവനത്തിലേക്ക് അള്ളാഹു തആല ക്ഷണിക്കുകയാണ്. സ്വർഗ്ഗാണ് ഉദ്ദേശം. 8 കവാടങ്ങളുള്ള സ്വർഗം. ആ സ്വർഗത്തിലേക്കാണ് പ്രവേശിച്ചാൽ ഓരോരുത്തർക്കും പ്രകാശഭവനങ്ങൾ 2 ഇതൊക്കെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചതാണ്. റഹ്മാൻ സൂറത്തിലും മറ്റൊക്കെ അല്ലാഹു തആല അതിനെപ്പറ്റി പറയുന്നുണ്ട്. മനോഹരമായ ആ ഭവനങ്ങൾ അത് പല രീതിയിലുമാണ്. തോട്ടങ്ങളാണ്, തോപ്പുകളാണ്. അതൊക്കെ ഇപ്പൊ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് അറിയുള്ളൂ. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട ടൈമാണ്. മസ്റഅ അറിയില്ല, ദുനിയാ മസ്റഅത്തുൽ ആഖിറ. ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടാണ്. നമ്മളൊരു സമയത്ത് ഇറക്കേണ്ട ടൈമിൽ കൃഷി ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഈ നോമ്പൊക്കെ ആകുമ്പോഴത്തേന് 10 കണ്ടില്ല നിങ്ങൾ, നോമ്പിന് എല്ലാ ആവശ്യം വരുന്നുള്ളതുകൊണ്ട്. അപ്പൊ കൃഷി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൊയ്തെടുക്കാം. എന്നതുപോലെ അതിന്റെ ടൈമാണ് നമ്മളെ ജീവിതകാലം. അത് എത്ര കാലാന്ന് പറയാൻ പറ്റില്ല. എത്ര കാലം, ചിലപ്പോൾ വളരെ കുറഞ്ഞ കാലം. എത്ര കാലാണ് നമുക്ക് അതിൽ കിട്ടുകയെന്ന് ഒരിക്കലും പറയാൻ കഴിയൂല. അതാണ് മസ്റഅ എന്ന് പറഞ്ഞത്. അത് നമ്മളെ ഇതിന്റെ കാലാണ്, കൃഷി ഇറക്കുന്ന കാലാണ്. അപ്പൊ നോക്കൂ, അല്ലാഹു തആല പറയാണ്, ലഹും ദാറുസ്സലാം, അവർക്ക് സമാധാനത്തിന്റെ ഭവനമുണ്ട്. ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അരികെ അവർക്ക് സമാധാനത്തിന്റെ ഭവനമുണ്ട്. അപ്പോ റബ്ബിന്റെ അരികെ, അവരുടെ റബ്ബ് എന്നാണ്. അള്ളാനെ പറ്റി അള്ള റബ്ബ് എന്ന് പറയാൻ തന്നെ കാരണം, ഉമ്മാന്റെ കുട്ടി ഇപ്പാന്റെ കുട്ടി എന്നൊക്കെ പറയാം. നമ്മൾ കുട്ടികളെ സോപ്പിടും പോലെ അള്ള പറയാ, ഞാൻ ഉണ്ടല്ലോ നിങ്ങളൊപ്പം, ഇതിനാ പേടിക്കുന്നത് എന്ന് പറയും പോലുള്ളൊരു പ്രയോഗമാണത്. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണം അള്ളാഹുവാണ് അവരുടെ വലിയ. അപ്പോ വലിയാവുമ്പോ രക്ഷിതാവ് ചിലപ്പോൾ എന്ത് ചെയ്യും, ശിക്ഷണത്തിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കലുണ്ട്. അല്ലാഹു തആല നമ്മളെ എന്ത് ചെയ്യും, നമ്മൾ എന്തൊക്കെ പ്രവർത്തിച്ചതെന്ന് അള്ളാഹ്ക്ക് ശരിക്കറിയാം. ഒന്നും ഒഴിവായി പോകില്ല. നമ്മളെ കണക്കിൽ ചിലത് വളരെ നിസ്സാരമായ ലഘുവായ ചെറിയ കാര്യങ്ങളാണെങ്കിലും അള്ളാഹു നീതിമാനാണ്. ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസ് നാം സ്ഥാപിച്ചിട്ടുണ്ട്. ആ നീതിയുടെ തുലാസാണ്. അതിലെല്ലാ കാര്യങ്ങളും തൂക്കി കണക്കാക്കും, ഒന്നും ഒഴിവാകൂല. നമ്മളെ ദൃഷ്ടിയിൽ ചെറിയ കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ വലിയ കൂലുള്ള കാര്യമായിരിക്കും.
അപ്പൊ അള്ളാഹുവാണ് വലിയ ബിമാ കാനൂ യഅമലൂൻ. അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, എന്തൊക്കെ അമലുകൾ അവർ ചെയ്തോ അതിനൊക്കെ വലിയായ അള്ളാഹു അവിടെ ഉണ്ട്. അവൻ ദാറുസ്സലാം ഒരുക്കിയിട്ടുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇനി വളരെ പ്രധാനപ്പെട്ട ജിന്ന് ഇൻസ് ബന്ധപ്പെട്ട വലിയൊരു ചർച്ചയാണ് നടക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനെ പറ്റിയൊക്കെ പറയാം. റൂഹാനിയാനൊരു സംഗതി ഉണ്ട്. മലക്കാള്, ജിന്നുകൾ, അതുപോലെ തന്നെ ജിന്നുകള് ശൈത്താന്മാർ, ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, അതുമായിട്ട് വലിയ വിശദീകരണങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ജാഅതുഹും ആയ, അവർക്ക് ഒരു ദൃഷ്ടാന്തം, ഏത് ദൃഷ്ടാന്തം അവർക്ക് വന്നാലും, ഖാലൂ, അപ്പോൾ അവർ പറയും, ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ മുർസലീങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ ഞങ്ങൾക്കും നൽകപ്പെടുന്നത് വരെ ഞങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുകയില്ല. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത, അള്ളാഹു തന്റെ ദൗത്യത്തെ എങ്ങനെ എവിടെ നിർവഹിക്കണം എന്നുള്ളത് അവനിക്കറിയാം. ഏറ്റവും അറിയുന്നവൻ അവനാണ്. സയുസീബുൽ ലദീന അജ്റമൂ സഗാർ, കുറ്റവാളികളായ ആളുകൾക്ക് നിന്യത അവരിൽ വന്ന് ഭവിക്കും. ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ നിന്ന്. വഅദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുമുണ്ട്. ബിമാ കാനൂ യംകുറൂൻ, അവർ തന്ത്രങ്ങള്, ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞതിന്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ഒരാളിൽ അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് വിശാലമാക്കുന്നതാണ് അവൻ. വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ലയ്യഖൻ ഹറജാ, വമൻ യുരിദ് അൻ യുളില്ലഹു, ഒരാളെ പഴപ്പിക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചാൽ, യജ്അൽ സദ്റഹു ലയ്യഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ് സമാ, ആകാശത്തിൽ കയറാൻ പറഞ്ഞാൽ എത്ര പ്രയാസം, എത്ര കുടുസായ അവസ്ഥ ഉണ്ടാവും, അതുപോലെ അവനിക്ക് കുടുസായി അനുഭവപ്പെടും. അത് കദാലിക യജ്അലുല്ലാഹുർ റിജ്സ അലല്ലദീന ലാ യുഅ്മിനൂൻ, സത്യത്തിൽ വിശ്വസിക്കാത്തവർക്ക് അപ്രകാരം അദാബിനെ നാം ഉണ്ടാക്കി കൊടുക്കും. വഹാദാ സിറാത്തു റബ്ബിക മുസ്തഖീമാ, ഇതാണ് നിന്റെ റബ്ബിൽ നിന്നുള്ള മുസ്തഖീമായ വഴി. ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമി യذكറൂൻ, ചിന്തിക്കുന്നൊരു ജനതക്ക് അപ്രകാരം നാം ആയത്തുകളെ വിശദീകരിക്കുകയാണ്. ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, അവർക്ക് അവരുടെ റബ്ബിന്റെ അരികെ സമാധാന ഭവനമുണ്ട്. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത അമലുകളെ കൊണ്ട് അല്ലാഹു അവരുടെ വലിയാകുന്നു, സംരക്ഷകനാകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ജാഅതുഹും ആയത്തുൻ ഖാലൂ ലൻ നുഅ്മിന ഹത്താ നുഅ്താ മിസ്ല മാ ഊതിയ റസൂലുള്ളാഹ് അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലത സയുസീബുൽ ലദീന അജ്റമൂ സഗാറുൻ ഇൻദല്ലാഹി വഅദാബുൻ ശദീദുൻ ബിമാ കാനൂ യംകുറൂൻ. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, വമൻ യുരിദ് അൻ യുദില്ലഹു യജ്അൽ സദ്റഹു ലയ്യഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ് സമാ كذلك يجعل الله الرجس على الذين لا يؤمنون وهذا صراط ربك مستقيما قد فصلنا الآيات لقوم يذكرون لهم دار السلام عند ربهم وهو وليهم بما كانوا يعملون.
സദഖല്ലാഹുൽ അലിയ്യുൽ അലീം.